പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിങ്ങളെ ഏവരെയും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ വന്ദനം ചൊല്ലുന്നു. ദൈവ സഭ എക്ലീഷ്യ എന്ന ടൈറ്റിലിൽ ചില ചിന്തകൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നത്. നമ്മൾ പല പ്രാവശ്യം ഈ വിഷയങ്ങൾ സ്പർശിച്ച് പോയിട്ടുണ്ട്. എന്നാൽ ആ വിഷയത്തിൻ്റെ ദൈവവചനത്തിലെ കുറച്ചും കൂടെ ആഴമായ ചിന്തകളിലേക്ക് പോകണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടായി. എൻ്റെ ധ്യാന വേളയിൽ എനിക്ക് ലഭ്യമായ ഒരു ഇൻഫോർമേഷൻ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കുവാനാണ് കർത്താവിൽ ആശിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നു ഈ 5 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ സഭ എന്ന വിഷയത്തെ നമ്മൾ വിശുദ്ധ തിരുവെഴുത്തിൽ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ കർത്താവും രക്ഷകനുമായ ക്രിസ്തു അവിടുത്തെ പ്രഭാഷണത്തിൽ മൂന്ന് സ്ഥലത്ത് മാത്രമാണ് സഭ എന്ന പദം 3 പ്രാവശ്യമാണ് ഉരുവിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ യേശു പറഞ്ഞ കാര്യം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 3 പ്രാവശ്യമാണ്. അത് നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലും 18-ാം അധ്യായത്തിലും. ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് ആദ്യമായിട്ട് പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും. അതിനുശേഷം യേശു കർത്താവ് 18-ാം അധ്യായത്തിൽ സഹോദരൻ പിഴച്ചാൽ അവനോട് ക്ഷമിക്കണം എന്ന ഫൊർഗീവ്നെസ്സിന്റെ സന്ദേശം കൈമാറുമ്പോൾ അവിടെയും സഭ എന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദശാബ്ദങ്ങൾ നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെ നമ്മൾ അഭിമുഖീകരിക്കാത്ത ഒരു പ്രതിസന്ധിയിലാണ് ഈ കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നത്. ഒരു കാലത്ത് ഒരു സഭായോഗം മുടക്കിയാൽ ദൈവം കോപിക്കും, ദൈവത്തിന് ശിക്ഷ ലഭിക്കും, ദൈവം വെറുതെ വിടൂല എന്ന് വളരെ കർക്കശമായിട്ട് പ്രഭാഷണം നടത്തുകയും ജനതയെ അങ്ങനെ നിയന്ത്രിക്കുകയും വീട്ടിൽ എന്തെങ്കിലും ഒരു കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിശേഷ ദിവസം ഞായറാഴ്ച വന്നാൽ സഭായോഗം മുടക്കാതെ തന്നെ ആ വിശേഷ ദിവസങ്ങളെയൊക്കെ ഒഴിവാക്കി എത്രയോ ദൈവമക്കൾ ഞായറാഴ്ചയുടെ ഭക്തിയെ സൂക്ഷിച്ചു. എന്നാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ ആവേശവും നമ്മുടെ സിദ്ധാന്തങ്ങളും ഒക്കെ നമുക്ക് പ്രായോഗികമല്ലാതെ കൊണ്ടുവരാൻ കഴിയാത്ത നിലയിൽ എല്ലാവരും പിന്മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില ചിന്തകൾ ഞാൻ കൈമാറുന്നു. ഒരു പക്ഷേ അത് നമ്മുടെ ഓർത്തഡോക്സ് ചിന്തകൾക്ക് വിരുദ്ധമാകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ തന്നെയാണോ എന്ന് ദൈവവചനത്തിൽ നിന്ന് പരിശോധിക്കണം. വചനത്തെ അങ്ങനെ പരിശോധിക്കണം. ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്ന വിഷയം നിലവിലെ ആളുകളുടെ ഒരു
പ്രധാന ചിന്ത ഈ ക്രിസ്തുവിന്റെ സഭ യേശു ക്രിസ്തുവിന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് നടന്നു കഴിഞ്ഞ ഒരു സ്ത്രീയാണ് സഭ എന്ന നിലയിൽ പഠിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. ഇന്നും അങ്ങനെ ചിന്തിക്കുന്ന ബഹുഭൂരിപക്ഷം ജനത നമ്മുടെ മുമ്പിലുണ്ട്. അതായത് അതിന് അവര് എടുക്കുന്ന വാക്യങ്ങളിൽ ഒന്ന് 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം. നിങ്ങൾ ബൈബിൾ കൈവശമുള്ളവർ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. ദൈവവചനത്തിലേക്ക് തന്നെ ഫോക്കസ് തിരിക്കണം. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ 11:1 മുതൽ, നിങ്ങൾ എൻ്റെ പക്കൽ അസാര ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളായിരുന്നു, അതെ നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. 2-ാം വാക്യം, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പൗലോസ് ഒരു കാരണവരെ പോലെ നിന്ന് സംസാരിക്കുക, ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ആർക്ക് വേണ്ടിയാണ്? ക്രിസ്തു എന്ന പുരുഷൻ. അപ്പൊ ഈ ചിന്ത വാക്യങ്ങൾ വെച്ചിട്ട് ഭാവിയിൽ കർത്താവ് മടങ്ങി വരുമ്പോൾ സഭയുടെ വേളി നടക്കും എന്ന് വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം ജനതയാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്. എന്നാൽ അതേ പൗലോസ് തൻ്റെ ലേഖനങ്ങളില്, പ്രത്യേകിച്ച് എഫേസ്യ ലേഖനത്തിലൊക്കെ പറയുന്ന ഒരു പദമുണ്ട്, ക്രിസ്തുവിന്റെ ശരീരമാണ് ഞാൻ, ക്രിസ്തുവിനെയും അവന്റെ സഭയും ഉദ്ദേശിച്ചത്രേ പറയുന്നത് എന്ന് പറയുന്ന വാക്യങ്ങളുടെ പശ്ചാത്തലം പഠിച്ചാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളെയും ഒക്കെ വിശദീകരിച്ചിട്ട് പറയുന്നു, ഞാനത് ക്രിസ്തുവിനെയും അവന്റെ സഭയെയും കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ക്രിസ്തുവിനെയും അവന്റെ സഭയെയും കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന നിലയിലല്ല, ഭാര്യയും ഭർത്താവുമായി ഏക ശരീരസ്ഥരായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം. ഒരു കാര്യം ഞാൻ പ്രഥമമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാരാജാവിന്റെ വിവാഹം എന്നാണ് നടന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ അല്പം ചിന്തിക്കണം. കർത്താവിന്റെ കല്യാണം കഴിഞ്ഞോ? അതോ സഭ ഇന്നും വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് വിവാഹം നടത്താൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു മണവാട്ടിപ്പെണ്ണാണോ? അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണോ എന്നുള്ള ചിന്ത എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ചിന്തയെന്ന് എനിക്കറിയാം. നമുക്കെല്ലാവരും അങ്ങനെയാ പഠിച്ചു വന്നിരിക്കുന്നത്. പക്ഷേ വിശുദ്ധ ബൈബിളിന്റെ ഭാഷയ്ക്ക് ഘടകവിരുദ്ധമായ കാര്യമാണ് നമ്മൾ ഇന്നും വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. കാരണം വിവാഹത്തോടുള്ള ബന്ധത്തിൽ മാത്രമേ, വിവാഹത്തിന് ശേഷം മാത്രമേ പുരുഷനും സ്ത്രീയും ഇനി അവർ രണ്ടു ദേഹമല്ല ഒരു ശരീരമത്രേ എന്ന നിലയിലേക്ക് അവർക്ക് മാറാൻ പറ്റത്തുള്ളൂ. ഒരു പുരുഷനും സ്ത്രീയും ഒരു ശരീരമായി മാറുന്നത്, ഏക ശരീരമായി മാറുന്നത് വിവാഹത്തിന് ശേഷമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, വിവാഹാനന്തരമാണ് അവർ ഏക ശരീരമായി മാറുന്നത്.
അപ്പം യേശു ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ എന്ന വസ്തുത പുതുനിയമത്തിലെ ഒരു കോർ സത്യമാണ്, അടിസ്ഥാനപരമായ സത്യം. ആമേൻ. അല്ലെ? നമ്മൾ കർത്താവിന്റെ, ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കുക, പറയുന്ന തിരുവെഴുത്തുകളെ അങ്ങനെ തന്നെ സ്വീകരിക്കുക. ഈ ദിവസങ്ങളിൽ തിരുവെഴുത്തുകളുടെയും ദൈവ സാന്നിധ്യത്തിന്റെയും ഒക്കെ മുമ്പിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു വലിയ ബോധ്യം, ദൈവവചനത്തെ റെസ്പെക്ട് ചെയ്യുന്ന, ദൈവവചനത്തിന്റെ അരുളപ്പാടുകൾക്ക് അമിതമായ പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു ജനറേഷൻ ദൈവ പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിക്കുന്ന നാളുകൾ വരാൻ പോകും. അസിറ്റിസായി അതിന്റെ യഥാർത്ഥ അർത്ഥത്തെ അങ്ങനെ ഒപ്പിയെടുക്കുന്ന ഒരു ജനതയായി എൻ്റെ കേൾവിക്കാർ മാറണം എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. കാരണം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മെസ്സേജ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ലഭിച്ച ഒരു ചിന്ത, ഈ വിശ്വാസം എന്ന് പറയുന്നത് കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്ന, നമ്മുടെ വിശ്വാസത്തിന്റെ ഉത്ഭവം ക്രിസ്തുവിന്റെ വചനമാണ്. നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്, അബ്രഹാമിനെ നോക്കി ദൈവം അബ്രഹാമിനെ വിശ്വാസത്തിന്റെ പിതാവായി ദൈവം മാറ്റി. വിശ്വാസികളുടെ പിതാവെന്ന് നമ്മൾ വായിക്കുന്നത്. പക്ഷെ ഹി വാസ് ദ ഫാദർ ഓഫ് ഫെയ്ത്ത്. അവൻ വിശ്വാസത്തിന്റെ പിതാവായി, വിശ്വാസികളുടെ പിതാവായി ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുക. അദ്ദേഹത്തിന്റെ വിശ്വാസം എന്നറിയാമോ? ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണി നോക്കാനായിട്ട് പറയുന്നു. ആ എണ്ണി നോക്കി, നക്ഷത്രങ്ങളെ എണ്ണി നോക്കി, അടുത്ത വാക്കിങ്ങനെ വന്നു, അബ്രാം യഹോവയിൽ വിശ്വസിച്ചു. അതിന്റെ ഒത്തിരി ആഴത്തിലേക്ക് പോകുന്നില്ല. അതിന്റെ പെരിഫറൽ ആയിട്ട് ഞാൻ ആ വാക്യം മാത്രം എടുത്ത് പറയാം. നക്ഷത്രങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ സന്തതി ഈ വണ്ണമാകും. ദൈവം പറഞ്ഞു, നിന്റെ സന്തതി ഈ വണ്ണമാകും. ഒത്തിരി പ്രാവശ്യം ഞാൻ ആ വാക്യം വായിച്ചിട്ടുണ്ട്. ഒരു 100,000 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, എണ്ണമില്ലാത്ത പ്രാവശ്യം. പക്ഷെ ഈ പ്രാവശ്യം ആ ഭാഗത്തിലേക്ക് ഒരു ശ്രദ്ധ വന്നപ്പോ അവിടെ ലഭ്യമായ ഒരു അർത്ഥം, അബ്രഹാമ് മക്കളില്ലാത്തവനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മക്കളെ പ്രസവിക്കുവാനുള്ള കഴിവില്ലാത്തവളാണ്. ഈ മനുഷ്യൻ വയോധികനാണ്. പക്ഷെ ദൈവം ഈ മച്ചിയായ സ്ത്രീയോടും ബലഹീനനായ മനുഷ്യനോടും ദൈവം പറയുകയാണ്, നിങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കുക, ദൈവം ആ രണ്ടുപേരെ നോക്കിയിട്ട് പറയാ, നിങ്ങൾക്ക് ഈ നക്ഷത്രങ്ങളെ പോലെ സന്തതികൾ ഉണ്ടാവും. അപ്പം ബലഹീനനായ ആ അബ്രഹാമും കഴിവില്ലാത്ത സറായിയും, രണ്ട് വ്യക്തികളും അവരുടെ ബലത്തിൽ അവർക്കൊന്നും അവർക്ക് പറയാനില്ല. പക്ഷെ ദൈവം ആ കഴിവില്ലാത്തവരോട്, ബലഹീനരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ സന്തതികളുണ്ടാവും. ഇതാരുടെ ഫെയ്ത്താണ്? ആ വാക്യത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ദൈവത്തിന് അബ്രഹാമിന്റെ മേലും സാറായിയുടെ മേലും ഒരു വിശ്വാസം, അബ്രഹാമിന്റെ മേലും സാറായിയുടെ മേലും ദൈവത്തിനൊരു ഉറപ്പ്, ഒരു വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ, അബ്രഹാമിനെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് സന്തതി ഉണ്ടാകും. അബ്രഹാം പറഞ്ഞു, എനിക്ക് മക്കളില്ല, എനിക്ക് കഴിവില്ല, എന്റെ ഭാര്യ മച്ചിയാണ്. സർവശക്തൻ പറഞ്ഞു, ഇല്ല, നിനക്കുണ്ടാവും. അപ്പം കഴിവില്ലെന്ന് പറയുന്നവന് കഴിവുണ്ടെന്നും, മക്കളില്ല എന്ന് പറഞ്ഞവന് മക്കൾ ഉണ്ടാകുമെന്നും, മക്കൾ ജനിക്കത്തില്ല എന്ന് പറഞ്ഞവന് മക്കൾ ജനിക്കുമെന്നും ദൈവം പറയുന്നെങ്കിൽ, അബ്രഹാമിന്റെ മേൽ ദൈവം വിശ്വാസം പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ അബ്രഹാമിന്റെ മേൽ ദൈവത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. അതായത് അബ്രഹാമിന്റെ പൊട്ടൻഷ്യലിൽ ദൈവം വിശ്വസിച്ചു.
ആ ദൈവം അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് എനിക്ക് പറഞ്ഞങ്ങോട്ട് മനസ്സിലാക്കിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ദൈവം അബ്രഹാമിന്റെ ബലഹീനത നോക്കിയിട്ട് നിനക്ക് ഒരു പുത്രനുണ്ടാകും, അല്ലെങ്കിൽ നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ സന്തതികൾ ഉണ്ടാകും എന്ന് ദൈവം പറഞ്ഞ ആ വാക്കിനെ അബ്രഹാം വിശ്വസിച്ചത്. അപ്പൊ എന്തോ ഫെയ്ത്ത്? ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ, എല്ലാരും കേട്ടോ, ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇന്ന് രാത്രി ഈ കേട്ടോണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ ഞാൻ എന്റെ ലൈഫിനെ കഴിഞ്ഞ ഒരു 2 മണിക്കൂറിന് മുമ്പ് എന്റെ ലൈഫിനെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ ഈ കാര്യം ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിനക്ക് സന്തതി ഉണ്ടാവും, നിനക്ക് സന്തതി ഉണ്ടാകും. അതായത് സന്തതി ഇല്ലാത്തവന്, മച്ചിയായവൾക്ക്, ബലഹീനനായവന്, നിർജീവമായവന് സന്തതി ഉണ്ടാകുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ട്. ദൈവത്തിന് ഉറപ്പുണ്ട്. ദൈവം തമ്പുരാന്റെ ഉറപ്പാണ്. അവന്റെ ബലഹീനത നോക്കിയില്ല, കഴിവുകൾ നോക്കിയില്ല, നിർജീവത്വം നോക്കിയില്ല. നിനക്ക് സന്തതി ഉണ്ടാകുമെന്ന് ദൈവം വിശ്വസിച്ച് ഉറച്ചിട്ട് പറഞ്ഞു, നിനക്കുണ്ടാവും. ദൈവം തന്നെ കുറിച്ച് പറഞ്ഞ ആ ഉറപ്പ്, തനിക്ക് സന്തതി ഉണ്ടാകും എന്ന് ദൈവം പറഞ്ഞില്ലേ, ആ പറഞ്ഞതിനെ അബ്രഹാം വിശ്വസിച്ചതാണ്. എന്ന് പറഞ്ഞാൽ തന്നെ കുറിച്ച് ദൈവം പറഞ്ഞ റിപ്പോർട്ട് വിശ്വസിക്കുന്നതിന്റെ പേരാണ് ട്രൂ ഫെയ്ത്ത്. അപ്പൊ നിങ്ങളെ കുറിച്ച് ദൈവം പറയുന്നതിനെ നിങ്ങൾ വിശ്വസിക്കുന്നതാണ് റിയൽ വിശ്വാസം. ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറയുന്നത് എന്നെ കുറിച്ച് എന്റെ ദൈവം പറഞ്ഞതിന്റെ മേലുള്ള എന്റെ ഉറപ്പാണ്. ദാറ്റ് ഈസ് ഫെയ്ത്ത്. അല്ലാതെ ദൈവം ഇങ്ങനെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഈ വാക്യങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ കിട്ടുന്നതല്ല. എന്നെ നോക്കി, എന്റെ കഴിവുകേടിനെ നോക്കാതെ ദൈവം പറഞ്ഞതിനെ ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മെഡിറ്റേഷനിൽ സ്വീകരിച്ചോ. എനിക്ക് ഇത്ര പറഞ്ഞങ്ങോട്ട് ബോധിപ്പിക്കാൻ ഇപ്പൊ പറ്റുന്നുള്ളൂ. പറയാൻ ഒത്തിരി കാര്യമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു കർത്താവിന്റെ സഭ, ഞാൻ ആ വിഷയത്തിലേക്ക് വരിക. കർത്താവിന്റെ സഭ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹ നിശ്ചയം ചെയ്ത സഭ എങ്ങനെ യേശുവിന്റെ ശരീരമായിട്ട് അറിയപ്പെടും? അവർ ഏക ശരീരമാകുന്നെങ്കിൽ തല ക്രിസ്തുവും ഉടൽ ക്രിസ്തുവിന്റെ സഭയുമായി മാറണമെങ്കിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പോരാ. വിവാഹം എന്ന് പറയുന്ന കൺസ്യൂമേഷനിലേക്ക് എത്തണം. പിന്നെ അവർ ഇരുവരും 2 ദേഹമല്ല, ഒരു ദേഹമത്രേ എന്ന് പറയുന്ന ആ മിസ്റ്റിക്കൽ യൂണിയനിലേക്ക് മിശിഹായുടെ സഭയും മിശിഹായും എത്തണം. ഇനി നിങ്ങൾ കേൾക്കുക, ഈ ഒരൊറ്റ റെവലേഷൻ മതി എൻഡൈം ചിന്തകളെ എടുത്ത് ഈ ഫ്യൂച്ചറിസ്റ്റിക് പ്രൊഫറ്റിക്കൽ ചിന്തകളെ ഒക്കെ വഴിയിലോട്ട് മാറ്റി നിർത്താൻ നമുക്ക് ഈ ഒറ്റ വെളിപ്പാട് മതി. മിശിഹായും അവന്റെ വിശുദ്ധ സഭയും ഏക ശരീരമാണ്, സിംഗിൾ ബോഡിയാണ് എന്നൊറ്റ റെവലേഷൻ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ പിന്നെ യേശു വരുന്നതും പോകുന്നതും ഇരിക്കുന്നതും എഴുന്നേക്കുന്നതും ഒന്നും നിങ്ങളുടെ വിഷയമേ അല്ല. മറിച്ച് എന്താ, സഭ ഇരുന്നാൽ യേശു ഇരിക്കുന്നെന്നാ, സഭ നടന്നാൽ യേശു നടക്കുന്നെന്നാ, സഭ ചലിച്ചാൽ യേശു ചലിക്കുന്നെന്നാ. കാരണം സഭയും ക്രിസ്തുവും 2 അല്ല, ഒന്നായി മാറി. ഒന്നായി മാറണമെങ്കിൽ നിശ്ചയം കഴിഞ്ഞാൽ പോരാ, വിവാഹം നടന്നേ പറ്റൂ. മിശിഹായുടെ സഭ വിവാഹത്തിനു മുമ്പും വിവാഹത്തിനു ശേഷവും എന്ന ചിന്തയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ പോകുന്നത്. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ വിവാഹം എപ്പോഴാണ് നടന്നത്? ഈ ചിന്തകൾ നിങ്ങൾക്കറിയാം എങ്കിലും നാളെ ഇതുപോലെ ഈ സന്ദേശം ലഭിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. നിശ്ചയമായിട്ടും എനിക്കറിയാം. ഇത് ഇപ്പോൾ എന്നോട് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്. നാളെ ഈ സന്ദേശം കേൾക്കാൻ ആഗ്രഹിക്കുന്ന, യാദർച്ഛികയായിട്ടാണെങ്കിലും അല്ലാതെയെങ്കിലും ഈ തിരുവെഴുത്തുകളെ ഒന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറ മുമ്പിൽ വരും. അവരെയും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ നമുക്കതെല്ലാം അറിയാം എന്നൊരു ചിന്തയിലേക്ക് മാത്രം നിങ്ങൾ പോകരുത്. ഒരു വചനം 1000 പ്രാവശ്യം കേട്ടാലും 1000 പ്രാവശ്യം കേൾക്കുമ്പോഴും അതിന്റെ പുതുമയെ അങ്ങനെ സ്വീകരിക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ കർത്താവ്
ഉപമകൾ പറയുന്നതിനിടയിൽ മത്തായിയുടെ സുവിശേഷം 22-ൽ സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സാദൃശ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. കല്യാണത്തിന്റെ വിരുന്ന് നടത്തിയിട്ട് 1000 വർഷത്തിന് ശേഷമല്ല കല്യാണം നടത്തുന്നത്. കല്യാണവും വിരുന്നും ഒരേ പന്തിയിലാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അത് രണ്ടും ഒരു ഇൻസിഡന്റ് ആണ്. ഇവിടെ കേൾക്കുക, ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു, അവർക്കോ വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു. അവന്റെ മുത്താഴം ഒരുക്കി തീർത്തു, എന്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു. കൺസ്യൂമേഷനാ, എല്ലാം ഏകദേശം എല്ലാം അറുത്തു, എല്ലാം ഒരുക്കിയിരിക്കുന്നു, കല്യാണത്തിന് വരുവിൻ എന്ന് ക്ഷണിച്ചവരോട് അറിയിച്ചു. കല്യാണത്തിന് വരുവിൻ, ഫുഡ് കഴിക്കാനല്ല, കല്യാണത്തിന് വരുവിൻ എന്നാ ക്ഷണം. കല്യാണത്തിന് വരുന്നവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു വിഭവസമർത്ഥമായ ഒരു വിരുന്ന്. ഇനി അടുത്ത ഭാഗത്തേക്ക് നോക്കിക്കേ. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിലേക്കും പോയി കളഞ്ഞു. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ചു കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ചു. ശ്രദ്ധിക്കണം, ക്ഷണിക്കപ്പെട്ട ആളുകളെ എല്ലാം വീണ്ടും തന്റെ ദാസന്മാരെ അയച്ചെന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കുക. എന്തൊരു രാജാവാന്ന് നോക്കി. വീണ്ടും 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 ദാസന്മാരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് വിവാഹത്തിന്റെ ക്ഷണം അത്രയ്ക്കും, ഞാനത് എപ്പോഴും ചിന്തിക്കാറുണ്ട്, രാജാവ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പ്രജകൾ 1000 പ്രാവശ്യമായിട്ട് അത് കേൾക്കുകയും അത്ര തന്നെ ഒബേ ചെയ്യുകയും ബഹുമാനത്തോടത് പ്രായോഗികമാക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടുത്തെ രാജാവ് ഒരു ഹ്യൂമിലിയേറ്റഡ് വ്യക്തിയെ പോലെ നമുക്ക് തോന്നുക. ക്ഷണിക്കപ്പെട്ട ആളുകളെ വിളിച്ചിട്ട് വരാതെ വന്നപ്പോൾ വീണ്ടും ദാസന്മാരെ പറഞ്ഞയച്ച് ഓർമ്മിപ്പിക്കുന്ന നിലവാരത്തിലേക്ക് താണിറങ്ങി വന്ന ഒരു രാജാവായിട്ടാണ് ഇവിടെ സ്വർഗീയ പിതാവിനെ നമ്മൾ കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ആ ഒരു ഹ്യൂമിലിറ്റി, ദൈവത്തിന്റെ ഒരു താഴ്ന്നിറങ്ങി വരുന്നൊരു മനോഭാവമാണ് നാം ഇവിടെ ദർശിക്കുന്നത്. ഈ ക്ഷണിച്ചവർ ഒരാൾ നിലത്തിലേക്ക് പോയി, മറ്റൊരാൾ നിലം വാങ്ങുവാൻ കാളയെ വാങ്ങുവാനുമായിട്ട് പോയി, വേറൊരുത്തൻ കല്യാണമാണെന്ന് പറഞ്ഞു. ഇതിനെ മറ്റു ഭാഗങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഒരുത്തൻ നിലത്തിലേക്ക് പോയി, മറ്റൊരുത്തൻ കാളയെ വാങ്ങാൻ പോയി, മറ്റൊരുത്തൻ വിവാഹം, ഞാൻ കല്യാണം കഴിച്ചെന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാം ഉപമകള് പരസ്പര പൂരകങ്ങളാണ്, ഒരുപോലെയുള്ളതാണ്. അപ്പൊ ഈ സമയം നടക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് വന്നു? വ്യാപാരത്തിന് പോയി ശേഷമുള്ളവർ തന്നെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ചു കൊന്നുകളഞ്ഞു. കല്യാണത്തിന് ക്ഷണിച്ചവരെ കൊന്നുകളഞ്ഞത് എന്തോ അവസ്ഥയാന്ന് നോക്കി. ഉപദ്രവിക്കാൻ പോയവരെ അല്ല, ഇൻവിറ്റേഷൻ വാ, മാരേജിലേക്ക് വാ എന്ന് വിളിച്ചവരെ കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് ആ കുലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. ഇത് ജെറുസലേം എന്ന് പറയുന്ന പട്ടണത്തിന് വരുവാൻ പോകുന്ന സർവനാശത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉപമയിലൂടെയുള്ള മുന്നറിയിപ്പാണ്. അപ്പം ആ പട്ടണത്തെ ചുട്ടുകളയുന്നതും കല്യാണവും തമ്മിൽ 2000 വർഷത്തെ ദൈർഘ്യമൊന്നുമില്ല. ഇത് രണ്ട് ഇവന്റുകളും ഒരേ സമയമാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മറക്കരുത്. ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ചേർച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സഭ അല്ലെ ക്രിസ്തുവിന്റെ വിവാഹം. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, പട്ടണം ചുട്ടുകളയുന്നതോടൊപ്പം വിവാഹവും നടക്കുകയാണ്. കല്യാണത്തിന്റെ അന്നാണ്, അല്ലെങ്കിൽ ചുട്ടുകളഞ്ഞതിന്റെ ആ അടുത്ത ദിവസങ്ങൾ, അടുത്ത മണിക്കൂറുകളിലാണ് വിവാഹം നടക്കുന്നത്. പട്ടണം ചുട്ടുകളഞ്ഞതെന്ന ഇനിയാണോ ചുടാനിരിക്കുക? അല്ലല്ലോ. ചില ആളുകൾ വിചാരിക്കുന്നവർ ഇനി ഒന്നുകൂടെ ചുട്ടുകളയുന്ന. ഇനി ഒരു ലോകാവസാനം ഇല്ല പ്രിയപ്പെട്ടവരെ, ഇനി ഒരു കൊയ്ത്തുമില്ല. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഈ നമ്മൾ ഇവിടെ തന്നെ ഗോതമ്പിന്റെയും കളയുടെയും ഒക്കെ ഉപമകൾ പറയുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഉപമയുടെ ഒക്കെ ആ ഉപമ വായിക്കുമ്പോൾ ഗോതമ്പ് വിതച്ചു, ശത്രുക്കൾ വന്ന് കള വിതച്ചു. യജമാനോട് ബാല്യക്കാർ പറഞ്ഞു, വേലക്കാർ പറഞ്ഞു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ. അപ്പൊ പറഞ്ഞു, വേണ്ട, അത് ശത്രു ചെയ്തതാണ്, കളകൾ പറിക്കട്ടെ. അപ്പൊ പറഞ്ഞു, വേണ്ട, അരുത്,
ഗോതമ്പും കൂടെ പിഴുതു പോകും. നമ്മളിത് വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ട് കളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. ഇപ്പം ഇവിടെ ഇത് പറഞ്ഞ ശേഷം ഇവര് കാപ്പാടൻ ആശങ്ക, ഇതിന്റെ അർത്ഥം മനസ്സിലായില്ല. കക്ഷികളെല്ലാം കൂടെ ദൈവപുത്രനായ യേശു വീട്ടിലെത്തിയപ്പോ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, വയലിലെ ഈ കളയുടെ ഉപമ എന്ന് പറയാം. അപ്പം അതിന് യേശു പറഞ്ഞത് 37-ാം വാക്യത്തിൽ, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ ദൈവപുത്രൻ, യേശു ക്രിസ്തു അല്ലെങ്കിൽ മനുഷ്യപുത്രൻ. വയല് ലോകം. ഈ ലോകം എന്ന് കേൾക്കുമ്പോഴൊക്കെ ഉടനെ ഭൂമി മൊത്തമാണെന്ന് ചിന്തിക്കരുത്. ഇവിടെ ലോകം എന്ന് പറഞ്ഞ വാക്കിന്റെ ട്രൂ മീനിങ് എന്ന് പറയുന്നത് ലാൻഡ് എന്നാണ്, നോട്ട് കോസ്മോസ്, ലാൻഡ്. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, അതായത് ദൈവരാജ്യത്തിന്റെ പുത്രന്മാർ. കള ദുഷ്ടന്റെ പുത്രന്മാർ, ദുഷ്ടന്റെ പുത്രന്മാർ. അത് വിതച്ച ശത്രു പിശാചൻ. കൊയ്ത്ത് ലോകാവസാനം, എൻഡ് ഓഫ് ദ ഏജ്, കാലാവസാനം. കൊയ്ത്ത് അപ്പം ഈ കൊയ്ത്ത് നടന്നത് ഇനിയിപ്പം നമ്മുടെ ആളുകൾ പാടാറില്ലേ, കൊയ്ത്ത് വളരെ ഉണ്ട് വേലക്കാരോ ചുരുക്കം. നമ്മൾ ഇപ്പോഴും അത് കേൾക്കാറുണ്ട്. നമ്മുടെ സഹോദരന്മാരുടെ നല്ലൊരു പാട്ടുമുണ്ട്, കൊയ്ത്തിന് വേണ്ടിയുള്ള ഒരു പാട്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സോങ് ഉണ്ട്. ഞാനതിനെ നെഗ്ലക്ട് ചെയ്യുന്നില്ല. ഐ റെസ്പെക്ട് ദാറ്റ് മാൻ ഓഫ് ഗോഡ്, റിയലി. അത് അവർക്ക് ലഭിച്ച ദൈവ വെളിപ്പാട് അനുസരിച്ച് അവർ ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കണം. പക്ഷെ കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ. ഇതൊക്കെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 24-ൽ പഠിച്ചിട്ടുണ്ട്. എന്തേ? അവൻ തന്നെ ദൂതന്മാരെ അയച്ച് ലോകത്തിന്, ലാൻഡിന്റെ 4 കോണിൽ നിന്നും അവരെ ശേഖരിക്കും. ഇതാണ് ഈ കളകളെ മാറ്റിയിട്ട് കതിരുകളെ, ഗോതമ്പിനെ ശേഖരിക്കുക. കള കൂട്ടിയിട്ട് തീ ഇട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. കളയെ കൂട്ടി തീയിട്ട് ചുടുന്നത് പോലെ ലോകാവസാനം, എൻഡ് ഓഫ് ദ ഏർഡിൽ തീ കത്തിക്കും. കത്തിക്കും എന്ന് പറഞ്ഞാൽ ഇത് ആരെ കത്തിക്കുന്ന? ഭൂമിയെ മൊത്തം കത്തിക്കുന്ന, കളയെ കത്തിക്കുന്ന. കള ആരാണ്? ദുഷ്ടന്റെ പുത്രന്മാർ. ദുഷ്ടന്റെ പുത്രന്മാർ ആരാണ്? അന്നത്തെ നാട്ടിൽ യേശുക്രിസ്തുവിനും അവിടുത്തെ തിരുവെഴുത്തുകൾക്കും വിരുദ്ധമായി നിന്നവരെയാണ്. ഇവിടെയും ലോകാവസാനത്തിൽ കത്തിക്കും. അതുപോലെ തന്നെയാണ് കല്യാണ നാട്ടിലും. കല്യാണ വീട്ടിൽ ക്ഷണിക്കപ്പെടാത്തവരെയാണ്, അവരുടെ പട്ടണമാണ്. അപ്പൊ ലോകം മൊത്തം കൂടെ തീക്കത്തിട്ട് കത്തിക്കുക എന്നത് ദൈവ പദ്ധതിയുടെ ഭാഗമല്ല. നമ്മൾ വിശുദ്ധ ബൈബിൾ പഠിക്കുക. ഞാൻ എപ്പോഴും പറയണം, ബൈബിൾ ഭയം കൂടാതെ പഠിക്കണം. ഭയം കൂടാതെ പഠിച്ചെങ്കിലേ സത്യം മനസ്സിലാകൂ. ഇത് വായിച്ചു പഠിക്കാതെ ചില ആളുകൾ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാര് ബൈബിൾ വായിച്ചിട്ടുണ്ട്, അവരിൽ ഒത്തിരി പേര് ബൈബിൾ നന്നായിട്ട് പഠിച്ചിട്ടുമുണ്ട്. അവര് പഠിച്ചതെല്ലാം ശരിയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചെങ്കിൽ പിന്നെ നമുക്കിതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരുടെ നോട്ടൊക്കെ വായിച്ചാൽ പോലെ. തിരുവെഴുത്തുകളെ ഞാൻ പറഞ്ഞു, ഞാനീ പറയുന്നത് അങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങൾ ബൈബിൾ പരിശോധിക്കുക. നിങ്ങളുടെ ബൈബിൾ പരിശോധിക്കുക. പട്ടണം ചുട്ടുകളഞ്ഞു. എപ്പോൾ? കല്യാണ വിരുന്നിന് ക്ഷണിച്ചു, ഒരുക്കിയിരിക്കുന്നു, വരിക എന്ന് പറഞ്ഞപ്പോ വന്നില്ല. അപ്പം അതിന്റെ കാലയളവിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പൊ കല്യാണം നടക്കുന്ന ആ ദിവസം തന്നല്ലേ പട്ടണം ചുട്ടത്? അതെ. കാരണം പട്ടണം ഏതാ? പഴയ യെരൂശലേം, മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെ മാതാവ്, മ്ലേച്ഛതയുടെ മാതാവ് പഴയ യെരൂശലേം. സോദോം എന്നും ഗോമോറ എന്നും അറിയപ്പെടുന്ന യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു കൊന്ന നമ്മളെല്ലാവരും വിശുദ്ധ നാടെന്ന് വിളിക്കുന്ന യെരൂശലേം, അതിനെയാണ് വിശുദ്ധ തിരുവെഴുത്ത് മർമ്മം മഹദിയം ബാബിലോൺ എന്ന് വിളിക്കുന്നത്. പക്ഷെ യാതൊരു മനസാക്ഷിയുമില്ലാതെ നമ്മുടെ ക്രൈസ്തവർ ഈ വിഷയത്തെ എടുത്തിട്ട് പറയും അത് കത്തോലിക്ക സഭയാണ്, കത്തോലിക്ക സഭ പിശാചി എന്നുള്ളതാണ്, കത്തോലിക്ക സഭയാണ് മർമ്മം മഹദിയം ബാബിലോൺ. എന്റെ പ്രിയപ്പെട്ടവരോട് ചോദ്യം, കത്തോലിക്ക സഭയാണ്
മർമ്മം മകനിയ ബാബിലോൺ എങ്കിൽ അപ്പോസ്തലന്മാരെ കല്ലെറിഞ്ഞവളെ, പ്രവാചകന്മാരെ കൊന്നവളെ, നിന്റെ അടുക്കലേക്ക് അയച്ചിരുന്ന ദൈവത്തിന്റെ ദാസന്മാരുടെ രക്തം ചൊരിച്ചവളെ എന്ന് വെളിപ്പാട് പുസ്തകം 16-ലും 17-ലും 18-ലും ഒക്കെ ഈ മർമ്മം മകനിയ ബാബിലോൺ എന്ന സ്ത്രീയെ നോക്കിയല്ലേ വിളിക്കുന്നത്. കത്തോലിക്ക സഭ എന്ന അപ്പോസ്തലന്മാരെ കൊന്നത്. അപ്പോസ്തലന്മാർ ജീവിച്ചിരുന്ന കാലത്ത് കത്തോലിക്ക സഭ ഉണ്ടോ? കത്തോലിക്ക സഭക്കാർ പിണങ്ങരുത്. കത്തോലിക്ക സഭ ഉണ്ടായത് 5-ാമത്തെ നൂറ്റാണ്ടിലാണ്. പിണങ്ങല്ലേ. അപ്പൊ അവിടെ ഒരിക്കലും അത് കത്തോലിക്ക ചർച്ച അല്ല. മർമ്മം മഹദിയ ബാബിലോൺ, യെരൂശലേം. വേശ്യ എന്നൊരുത്തിയെ വിളിക്കുന്നത് എന്തിനാ? വേശ്യ എന്ന് വിളിക്കുന്നത് എന്തിനാ? ഇവരുടെ തിയോളജി എല്ലാം പൊളിയത്തില്ല. വേശ്യ എന്ന് വിളിക്കണമെങ്കിൽ വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ അന്യപുരുഷനുമായി വ്യവഹാരത്തിൽ ഇടപെടുന്നു, അവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ മാത്രം അവളെ വിളിക്കുന്ന പേരാ വേശ്യ. ഇവരുടെ തിയോളജി അനുസരിച്ച് സഭ ഇതുവരെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു സ്ത്രീ വേറൊരു പുരുഷനുമായി ബന്ധം സ്ഥാപിച്ചാൽ അതിനെ പരസംഗം എന്നാ വിളിക്കുന്നത്. വേശ്യ എന്ന് വിളിക്കാൻ പറ്റൂല. മർമ്മം മകനിയ ബാബിലോൺ എന്ന് പറയുന്ന വെളിപ്പാട് പുസ്തകത്തിലെ ആ സ്ത്രീ വേശ്യ എന്ന് വിളിക്കാൻ കാരണം യഹോവയുടെ ഭാര്യയാണ്. ഇസ്രായേലേ, നിന്റെ ഭർത്താവായിരിക്കുന്ന യഹോവ നിന്നോട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു, നിന്നെ വിവാഹം കഴിച്ചിരിക്കുന്ന എത്രയോ സ്ഥലത്ത്. നിന്നെ ഇനി അസൂബ തെക്ത എന്നല്ല, നിന്നെ ബയൂല വിവാഹസ്ഥ എന്ന് വിളിക്കും എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച സ്ത്രീയാണ് യെരൂശലേം. ദൈവപുത്രനുമായി, ദൈവവുമായി വിവാഹ ഉടമ്പടിയിൽ പ്രവേശിച്ച ഇവൾ തമ്പുരാനെയും കളഞ്ഞ്, അപ്പോസ്തലന്മാരെയും കൊന്ന്, പ്രവാചകന്മാരെയും കൊന്ന്, രക്തം ചൊരിഞ്ഞ്, ലോകത്തിന്റെ മുമ്പിൽ രക്തച്ചൊരിച്ചിൽ ഏറ്റവും കൂടുതൽ നടത്തിയ ആ പട്ടണത്തെ നോക്കി ദൈവം വിളിക്കുന്നു, നീ ആ പഴയ യെരൂശലേം. ആ യെരൂശലേം പൊളിക്കണം, അതാ തീട്ടി വിടുക. അത് ചുട്ട് കളയുമ്പോൾ കല്യാണം നടക്കണം. എന്തിനാ? കല്യാണത്തിൽ വരാൻ പോകുന്ന മണവാട്ടിയാരാണ്? ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നിങ്ങൾ വായിച്ചാൽ 21-ാം അധ്യായം വെളിപ്പാട് പുസ്തകം. കുഞ്ഞാടിന്റെ കാന്തയെ കാണിക്കുവാൻ അവൻ എന്നെ ഒരു ഉയർന്നു ഒരു മലയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ കർത്താവിന് വേണ്ടി തന്നെത്താൻ അലങ്കരിച്ച മണവാട്ടിയെ പോലെ പുത്തൻ യെരൂശലേം എന്ന് പറയുന്ന ഒരു നഗരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടുന്നാ. ഒരു പെണ്ണിങ്ങനെ ഗൗൺ ധരിച്ച് തലയിൽ കിരീടം ചൂടി ലിപ്സ്റ്റിക്കും ഇട്ട് ആടി ആടി വരുന്നതല്ല, ഒരു പട്ടണം വരുന്നത് കണ്ടു. ഒരു പട്ടണം ഇറങ്ങി വരുന്നു. ആ പട്ടണത്തെ കുറിച്ചാണ് പണ്ട് അബ്രഹാം പറഞ്ഞത്, ദൈവം കൈപ്പണിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ നഗരത്തിനു വേണ്ടി കാത്തിരുന്നു എന്ന്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവം കൈപ്പണിയായി നിർമ്മിച്ചു അടിസ്ഥാനപ്പെട്ടതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. ആ നഗരമാണ് പുത്തൻ യെരൂശലേം. ആ യെരൂശലേം ഇറങ്ങി വരിക. അപ്പൊ ഇവിടെ പട്ടണം റിമൂവ് ആകാതെ ആ പട്ടണം വരാൻ പറ്റത്തില്ല. പിടികിട്ടുന്നോ? ഈ യെരൂശലേമിനെ അവിടെ നീക്കം ചെയ്തു. കള്ളപ്രവാചകനെയും മൃഗത്തെയും പാമ്പിനെയും സകല പുള്ളികളെയും തുടച്ചു മാറ്റി. എന്നിട്ട് പുത്തൻ യെരൂശലേം ഇറങ്ങി വരാൻ വേണ്ടി ഇവിടെ സജ്ജമായി ആ പട്ടണത്തെ തീയിലിട്ടു. പഴയ യെരൂശലേമിനെ മാറ്റിയിട്ട് എന്നേക്കും നിലനിൽക്കുന്ന പുത്തൻ യെരൂശലേം ഇറങ്ങി വന്നിരിക്കുന്നു. ആ പുത്തൻ യെരൂശലേമാണ് യേശുക്രിസ്തുവിന്റെ കാന്ത. ആ കാന്തയുമായുള്ള വിവാഹമാണ് 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ആ വിവാഹം നടക്കുന്നതും പട്ടണം ചുട്ടതിന് ശേഷം നടക്കുക, തൊട്ടടുത്ത് നടക്കുക. ഇത് രണ്ടും ഒരേ ഇവന്റ്. പട്ടണം ചുടാനുള്ള കാരണം, യെരൂശലേമിനെ നശിപ്പിക്കാനുള്ള കാരണം രാജാവിന്റെ മകന്റെ വിവാഹത്തിന് ഏറ്റവും വലിയ ഇവന്റ് അല്ലേ? ഏറ്റവും കൂടുതൽ മാന്യതയുടെ അനുഭവമല്ലേ? മാന്യമായി ആ ക്ഷണിക്കപ്പെട്ട ആളുകൾ ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ടിട്ട് അദ്ദേഹത്തെ തിരസ്കരിക്കുന്നത് ഒരു രാജാവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപമര്യാദയല്ലേ? കോപിഷ്ഠനായ രാജാവ് പട്ടണത്തെ ചുട്ടുകളയുക. പട്ടണം ചുടാൻ കാരണം വിവാഹമാണ്. അത് മറന്നു പോകരുത്. ആ ഉപമയിൽ കർത്താവ് പറയുക, മക്കളെ, പട്ടണത്തെ ചുട്ടതിന്റെ കാരണം പുത്രന്റെ വിവാഹത്തിന് ക്ഷണിച്ചിട്ട് വരാതെ അപമാനിച്ചു കളഞ്ഞതുകൊണ്ടാണ്.
പുത്രനെ അപമാനിച്ചു, ദൈവരാജ്യത്തെ അപമാനിച്ചു, ദൈവത്തെ അപമാനിച്ചു, രാജാവിനെ അപമാനിച്ചു, രാജ്യത്തെ അപമാനിച്ചു, പട്ടണത്തെ ചുട്ടു. അപ്പൊ യെരൂശലേമിനെ നശിപ്പിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മനസ്സിലായോ? ആ യെരൂശലേമിന്റെ നാശവും വിവാഹവും തമ്മിൽ ബന്ധമാണ്. മഹാരാജാവിന്റെ കല്യാണവുമായിട്ട് അതിന് ബന്ധമുണ്ട്. സോ ആ കല്യാണം നടന്നു, ഇവിടെ പട്ടണവും തകർക്കപ്പെട്ടു. ആ കല്യാണം നടന്നതിന്റെ തെളിവ് എന്താ? കാന്ത ഇറങ്ങി വന്നു. സ്വർഗത്തിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗസ്ഥലത്തിൽ ഇരുത്തിയിരിക്കുന്ന ആ മശിഹായുടെ സഭ ഇറങ്ങി വന്നു. അതിന്റെ അർത്ഥം ക്രിസ്തുവും അവന്റെ ശരീരമാകുന്ന സഭയും വേളി കഴിച്ചു എന്ന് 2000 വർഷത്തിന് മുമ്പ് AD 70 സെപ്റ്റംബർ മാസം 15-ാം തീയതി യെരൂശലേമിലേക്ക് യാദർച്ഛിക റോമൻ സൈന്യത്തിന്റെ ഒരുത്തിന്റെ കയ്യിൽ നിന്ന് പോയ ഒരു തീബാണം യെരൂശലേമിന്റെ അകത്ത് വന്നു വീണ് യാദർച്ഛിക തീ പിടിച്ചു കത്തി. ആഗ്രഹമില്ലായിരുന്നു ടൈറ്റസിന് അതിനെ നശിപ്പിക്കാൻ. പക്ഷേ ദൈവത്തിന്റെ കൈപോലൊന്ന് ഒരു തീജ്വാല അവിടെ ചെന്ന്, ഒരു തീപ്പന്തം അവിടേക്ക് പോയി ആ പട്ടണത്തെ ചുട്ടുകളഞ്ഞു. അതിനകത്തുള്ള സകല ആളുകളെയും നിഗ്രഹിച്ചു കളഞ്ഞു. അങ്ങനെ വിവാഹം നടന്നതിന്റെ സൂചനയാണ് ഡിസ്ട്രക്ഷൻ. വിവാഹം നടന്ന നാളിലാണ്. എന്റെ അർത്ഥം ഇത് രണ്ടും ഒരുമിച്ചാണല്ലോ. ഇത്രയും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെയും അവിടുത്തെ സഭയാകുന്ന മണവാട്ടിയുടെയും വിവാഹം നടന്നത് AD 70-ലാണ്. കാരണം അവിടെ താൻ വിവാഹം കഴിച്ചത് പുത്തൻ യെരൂശലേമിനെയാണ്, പുതിയ യെരൂശലേമാണ്. അപ്പൊ ചർച്ച് എന്ന് പറയുന്നത് ഇന്ന് ന്യൂ ജെറുസലേമാണ്. ഞാനതാ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സഭ എന്ന് പറയുന്നത് ഒരു പുത്തൻ യെരൂശലേമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ എൻ്റെ വേറൊരു സഹോദരനുണ്ട്, നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടൊരു അദ്ദേഹം ഒരിക്കൽ നമ്മുടെ ഈ സ്കൂളിൽ വന്ന് ഞാനത് പഠിപ്പിക്കാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ എക്സ്ക്ലൂസീവ് മെസ്സേജിലേക്ക് തൽക്കാലം ഞാൻ പോകുന്നില്ല. നമുക്ക് ധാരാളം കാര്യങ്ങൾ വേറെ പറയാനുണ്ട്. അപ്പം വിവാഹ നിശ്ചയം ചെയ്ത കന്യകയായിരുന്നു യേശുക്രിസ്തുവിന്റെ സഭ AD 70 വരെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ AD 70 വരെ കാണുന്ന സഭയും AD 70-ന് ശേഷമുള്ള സഭയും തമ്മിൽ വ്യത്യാസമുണ്ട്. AD 70-ൽ വരെ സഭ നിശ്ചയം ചെയ്യപ്പെട്ടവളാണെങ്കിൽ AD 70-ന് ശേഷം സഭ മിശിഹായുടെ മിസിസാണ്. സ്തോത്രം. AD 70 വരെ കല്യാണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട പരിശുദ്ധ കന്യകയായിരുന്നു സഭയെങ്കിൽ ക്രിസ്തുവിന്റെ സന്തതികളെ പുറപ്പെടുവിക്കാൻ, ക്രിസ്തുവിന്റെ ആഗ്രഹങ്ങളെ സഫലമാക്കാൻ, ക്രിസ്തുവിന്റെ ശരീരമായി വിളങ്ങാൻ നിയോഗിക്കപ്പെട്ട അവന്റെ ഭാര്യയാണ് സഭ AD 70-ന് ശേഷം. ഇത് രണ്ടായി തിരിച്ചു പഠിക്കണം. ഇന്ന് സഭ എന്താണ്, AD 70-ന് മുമ്പ് സഭ എന്താണ് എന്ന കാര്യങ്ങളാണ് ഞാൻ അതിന്റെ വിശാലമായ പഠനങ്ങളിലേക്ക് പോകാതെ അത്യാവശ്യ കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒത്തിരി കാര്യങ്ങളിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി വിഷയങ്ങളിലേക്ക് നമ്മൾ പോകാതെ സഭ എന്താണ് എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കി തുടങ്ങി. നമ്മൾ ആദ്യമായിട്ട് ഇത് കാണുന്നത് പെന്തിക്കോസ്ത് നാളിലാണ്. പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ജനതയുടെ മേൽ ഇറങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. ജനത്തിന്റെ മേൽ ഇറങ്ങുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി അന്ന് സഭ സ്ഥാപിക്കപ്പെടുന്നു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ ആ ചർച്ചിന്റെ ഇനാഗുറേഷൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആ ചർച്ചിന്റെ ഇനാഗുറേഷൻ മെസ്സേജിൽ ഏറ്റവും പ്രധാനമായിട്ട് പരാമർശിച്ചിരിക്കുന്ന ഒരു വിഷയം, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനം ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നം കാണും, ബാല്യക്കാരുടെ മേലും ബാല്യക്കാരത്തിനു മേലും എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. അങ്ങനെ ആത്മാവിന്റെ പകർച്ചയെക്കുറിച്ച്
അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. തീർന്നിട്ടില്ല. താഴോട്ടുള്ള വാക്യങ്ങൾ, അവൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. നോക്കിക്കേ, പെന്തിക്കോസ്തിൽ സഭയുടെ ആരംഭം, ഈ സഭയുടെ ആരംഭം എന്ന് പറഞ്ഞാൽ ചർച്ചിനെ ഇനാഗ്രേറ്റ് ചെയ്യുന്ന സമയത്തുള്ള മെസ്സേജിൽ ദൈവസഭയെ കുറിച്ച് പറയുന്നതിന്റെ കൂട്ടത്തിൽ, പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ കുറിച്ച് പ്രവചിക്കുന്നതിന്റെ കൂട്ടത്തിൽ യോവേൽ പ്രവചിച്ച കാര്യത്തെ എടുത്തു പറയുക പത്രോസ്. അതിനകത്ത് വരുവാൻ പോകുന്ന ഏറ്റവും വലിയ മഹാദുരന്തത്തെക്കുറിച്ച്, വിനാശത്തെക്കുറിച്ച്, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതുപോലെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ രക്തതുല്യമായി തീരുമെന്ന് പറയുന്ന ആ ജനതയുടെ വിനാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പും കൂടെ ഇതിനോടുള്ള ബന്ധത്തിൽ പറയുക. പ്രൈസ് ദി ലോർഡ്. അപ്പം അവിടെ ഇനി നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിച്ച് നന്നായിട്ട് പോകണം. ഇതൊരു പക്ഷേ നിങ്ങളിത് ഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് ഞാൻ ഈ ഗ്രൂപ്പിലല്ലാതെ പുറത്ത് ആരുടെങ്കിലും ഇത് പറഞ്ഞാൽ അവരത് എത്രത്തോളം അങ്ങോട്ട് സ്വീകരിക്കുന്നത് എനിക്കറിയില്ല. കാരണം നമ്മുടെ എല്ലാം ചിന്തകളിൽ കുറേ പ്രശ്നമുണ്ട്. നമ്മൾ പഠിച്ചു വെച്ചതിൽ കുറേ പ്രോബ്ലമുണ്ട്. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന സഭയ്ക്കും വിവാഹം കഴിഞ്ഞ സഭയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട സഭ എങ്ങനെയാണ് ഫംഗ്ഷൻ ആയത്, അതാണ് നമ്മൾ അറിയേണ്ടത്. എങ്ങനെയാണ് അത് പ്രവർത്തിച്ചത്, പ്രത്യേകിച്ച് ജാതികളുടെ ഇടയിൽ ആ സഭ എങ്ങനെ പ്രവർത്തിച്ചു. വിവാഹ നിശ്ചയം ചെയ്ത ശേഷം സഭയുടെ പേര് പുത്തൻ യെരൂശലേം, പുതിയ യെരൂശലേം. വിവാഹം നടന്നു, കാന്തനും കാന്തയും ഒന്നായി. അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ പറയുന്നത്, അതുകൊണ്ടാണ് കർത്താവ് ഇനിയും വന്ന് ഇവിടെ എല്ലാം കൂടെ എന്തൊക്കെയോ ശരിയാക്കി ലോകത്തെ മൊത്തം കൊണ്ട് 1000 വർഷം ഇരുന്നോട്ട് ഭരിച്ച യെരൂശലേമിൽ ഇരുന്നൊരു കസേരയിലോട്ട് ഇരുന്നങ്ങോട്ട് ഇതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുക നമ്മുടെ അച്ചാച്ചന്മാർ. എന്തിനാ ചാച്ച ഇങ്ങനെ സ്വപ്നം കാണുന്നത്? ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയും ക്രിസ്തു ഒന്നല്ലേ? സഭ ക്രിസ്തു ആണെന്ന് മനസ്സിലാക്കാതെ. നിങ്ങളുടെ തലയും നിങ്ങളുടെ ശരീരവും രണ്ടാണോ? നിങ്ങളുടെ തലയ്ക്ക് മാത്രം സ്പെഷ്യൽ കെയർ, നിങ്ങളുടെ ശരീരത്തിന് വേറെ കെയറാണ്. ശരീരവും തലയും ഒന്നല്ലേ? ശരീരം സഭയും തല ക്രിസ്തു ആണെങ്കിൽ ക്രിസ്തു ഇപ്പൊ ഭൂമി തന്നെ ഇല്ല, ഇനി എവിടുന്ന് എങ്ങോട്ട് വരാൻ വേണ്ടിയാ? ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണേന്നൊക്കെ പറയും. എന്റെ പൊന്നു സഹോദര, കർത്താവും നീ ഒന്നല്ലേ? പരിശുദ്ധ സഭ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയും പുത്തൻ യെരൂശലേമും ക്രിസ്തുവും ഒന്നായിട്ടിരിക്കുകയല്ലേ? വിടത്തില്ല. നമ്മുടെ പിള്ളേർ പറഞ്ഞു വിടമാട്ടേ വിടമാട്ടേ, നിന്നെ വിടൂല. കർത്താവിനെ ഈ പോയ പോലെ എനിക്ക് കഴിഞ്ഞ ദിവസം ചിന്തിക്കരുത്, അതിവിടെ മാത്രം നിന്നാൽ മതി. ഞാൻ പോയതുപോലെ മടങ്ങി വരും എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുക, ഒലിവുമലയിലോട്ട് പോയി നിൽക്കുക. പോയതുപോലെ മടങ്ങി വരും എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുമെന്നാ? പോയപ്പോൾ എത്ര പേര് കണ്ട്? 500 പേര്. ലോകം മുഴുവൻ കണ്ടോണ്ടാണോ പോയെ? അല്ലല്ലോ. അങ്ങനെ പോയ പോലെ വരും എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് കാണാമെങ്കിൽ വരുമെന്ന കേട്ടിട്ടില്ലേ? കർത്താവ് പറഞ്ഞു ഞാൻ പോയതുപോലെ മടങ്ങി വരും. എത്ര പേര് വന്നു? എത്ര പേര് കണ്ടു? 500 പേര് കണ്ടു. തിരിച്ചു വരുമ്പോൾ എങ്ങനെ വരണം? പോയതുപോലെ വരുമെങ്കിൽ അതുപോലെ വരണം. എത്ര പേര് കാണും? ആ ഒലിവുമലയിലും പരിസരത്തുള്ളവർ കാണും. അപ്പൊ പറയും സകല കണ്ണും കുത്തി തുളച്ചവരും എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ ലോകത്തെ മൊത്തം കാണിക്കാൻ പോണ്ട. അത് യഹൂദനെ കുറിച്ചാണ്. ഗോത്രങ്ങൾ വിലപിക്കും, അത് യഹൂദനാണ്, നമ്മളല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ വില കൂട്ടും, യേശുവിന്റെ മഹത്വത്തെ കൂട്ടും. സഭ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കുറച്ചും കൂടെ അടുത്തു പോകാൻ ഈ 2-3 ദിവസങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെലവിടുന്ന സമയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഓരോ സെഷൻ എടുക്കുമ്പോഴും അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അതിന്റെ വില കുറയ്ക്കരുത്. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ പോകുന്നത്. അപ്പം യേശുവിന്റെ സഭ അവിടെ വരെ എന്തായിരുന്നു? അല്ലെങ്കിൽ AD 70 വരെ വിവാഹ. അതുകൊണ്ടാണ് കന്യക, 10 കന്യകമാരുടെ ഉപമ വായിച്ചിട്ടില്ലേ? 10 കന്യകമാരുടെ ഉപമ എന്നൊക്കെ പറഞ്ഞാൽ ഇനി യേശു വരും, സഭയിലെ പകുതി പേര് പോകും, ഇങ്ങനൊക്കെ അങ്ങ് ഇരിക്കുക. 10 പകുതി പേരിലും പകുതി പേരെ തള്ളിക്കളയും. എന്റെ സഹോദരന്മാരെ, പകുതി എടുക്കും ബാക്കിയുള്ളവരെ തള്ളിക്കളയും എന്നൊക്കെ പറഞ്ഞാൽ പകുതി ആള് രക്ഷപ്പെടും, ബാക്കിയുള്ളവർ കൊല്ലപ്പെടുമെന്നാ.
അവിടെ എല്ലായിടത്തും കന്യകയാണ്. വെളിപ്പാട് പുസ്തകം 144,000 പേരെ കാണുന്നുണ്ട്. റമൻ അവരെയും പറയുന്നത് കന്യകമാർ, സ്ത്രീകളോടുകൂടെ തങ്ങളുടെ സ്ത്രീ ഏതാത്? പഴയ യെരൂശലേം, മർമ്മം മഗതിയം ബാബിലോൺ എന്ന സ്ത്രീയുമായി ഇടപഴകാതെ തങ്ങളുടെ കന്യകാത്വത്തെ സൂക്ഷിച്ച 1,44,000 വരുന്ന ഇസ്രായേൽ ഗ്രഹത്തിലെ ശേഷിച്ചവർ, യഹൂദ ക്രിസ്ത്യാനികൾ, യേശുവിനെ ഫോളോ ചെയ്തവർ, കുഞ്ഞാടിനെ അനുഗമിച്ചവർ, അതാണ് ആ 1,44,000 പേര്. അവരാണ് കന്യകമാർ. ആ സഭ ആ കാലഘട്ടത്തിൽ നിലനിന്ന സഭയാണ്. യേശു ക്രിസ്തുവിന്റെ മാരേജ് ആണത്. നിങ്ങളും ഞാനും ആ ശരീരത്തിന്റെ ഭാഗമായി മാറുകയാണ് ഇപ്പോൾ. ഓൾറെഡി നമ്മൾ വെഡഡ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സഭ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വിവാഹ നിശ്ചയത്തിന് വേണ്ടി കഴിഞ്ഞിട്ട് കാത്തിരിക്കുകയല്ല. ഓൾറെഡി വി ആർ വൺ വിത്ത് ക്രൈസ്റ്റ്. വി ആർ വൺ ബോഡി. മീൻസ് കൺസ്യൂമേഷൻ ഹാപ്പൻ, വെഡിങ് ഹാപ്പൻ. ഞാൻ ഇനി ആ കാര്യം പറയുന്നില്ല. ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് തന്നെ ഞാൻ ചിന്തിക്കാൻ വിടും. ഇനി ഒരു കാര്യം പറയാൻ, കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു പബ്ലിക്കിലെ നമ്മുടെ ഒരു ടോക്ക് ഷോയിൽ വന്നായിരുന്നു. നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ ടീമിന്റെ ഞാനൊരു പദപ്രയോഗം നടത്തിയായിരുന്നു. പക്ഷെ അതിനകത്തൊരു തെറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് പറഞ്ഞത് യേശു ലോകരക്ഷകൻ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തെറ്റ് എന്റെ ഭാഗത്ത് വന്നിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് യേശു എന്ന നാമത്തിന്റെ പേര് ലോകരക്ഷകൻ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചതാണ്. യേശു എന്ന പേരിന്റെ അർത്ഥം ലോകരക്ഷകൻ എന്നല്ല. അത് രാമലിംഗം പിള്ള തന്റെ ഡിക്ഷണറി എഴുതിയ ജീസസ് എന്ന വേർഡിന്റെ അർത്ഥം. ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറയാനാണ്. ഇത് നിങ്ങൾ ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഈ മുഴു ലോകത്തിന്റെയും പാപം യേശു ചുമന്ന് മാറ്റി. നമ്മളത് വിശ്വസിക്കുന്നു അല്ലേ? ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. നമ്മളത് വിശ്വസിക്കുന്ന വാക്യം. പക്ഷേ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം നമ്മൾ ഇന്നും, ഞാൻ പറഞ്ഞില്ല, ഈ ദിവസങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇച്ചിരി ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് ഇത്. അതുകൊണ്ട് ഇത് കേട്ടോണ്ടിരിക്കുന്ന കേൾവിക്കാരോട് ഞാൻ പറയാം, നിങ്ങൾ കാള വെറ്റു എന്ന് പറഞ്ഞാൽ ഉടനെ കയറെടുക്കരുത്. അങ്ങനെയാണ് നമ്മുടെ ഈ ക്രിസ്ത്യാനിക്ക് അങ്ങ് ആവേശം കയറി അങ്ങ് ഭ്രാന്തായിപ്പോ. എന്തോയും പറഞ്ഞു ഓനെയാണ്, ദുരുപദേശമാണ് പറഞ്ഞ കുരച്ചോണ്ട ഒന്നും പോരുത്. അതുകൊണ്ട് എന്താണെന്ന് ആദ്യം സൂക്ഷ്മമായിട്ട് കേൾക്കുക. ആദ്യം ബ്ലഡ് പ്രഷറൊക്കെ കുറയ്ക്കുക. കാരണം പ്രഷർ കൂട്ടും. ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രഷർ കൂട്ടാൻ വേണ്ടി തന്നെ ഈ 5 ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കും. സ്വോത്രം. ഈ നമ്മുടെ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അവൻ തന്റെ ജനത്തെ, ആ തന്റെ ജനമാര യഹൂദൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ഈ സ്വന്തമായവരാരാ? യഹൂദന്മാർ, ജൂസ്. അപ്പം യേശുക്രിസ്തുവിനെ കുറിച്ച് മാലാഖ വന്ന് പറയുക, ഗബ്രിയേൽ പറയുക, അവൻ തന്റെ ജനത്തെ, യഹൂദനെ അവന്റെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്കെ കൊണ്ട് അവൻ യേശു എന്ന് പറയണം. യേശു വന്നത്, പിണങ്ങാതിരിക്കെങ്കിൽ പറ, യേശു വന്നത് യഹൂദന്റെ പാപത്തെ അവസാനിപ്പിക്കാനാണ്. അപ്പൊ ചിന്ത, ലോകത്തിൽ വേറെ ആർക്കും പാപമില്ലേ? ഉണ്ട്. ഏക മനുഷ്യന പാപത്താൽ മരണവും ലോകത്തിലേക്ക്. ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി. ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു. ഏകന്റെ മരണം, ഏകൻ ചെയ്ത പാപം ലംഘന നിമിത്തം മനുഷ്യരെല്ലാം ലംഘനത്തിന് ഹേതുവായെങ്കിൽ ഏകന്റെ അനുസരണത്തിനാൽ ലോകം മുഴുവൻ, എവ്രി ബോൺ ഇൻ ദ വേൾഡ്, നീതിമാന്മാരായി മാറിയെന്ന് ബൈബിൾ പറയുന്നു.
വിശ്വസിക്കത്തില്ല. കാരണം നമ്മൾ ആദമിനേക്കാൾ യേശു ക്രിസ്തുവിനെ ചെറുതാക്കിയാണ് വിശ്വസിക്കുന്നത്. ആദമിനേക്കാൾ നമ്മൾ യേശുവിനെ ചെറുതായിട്ടാണ് വിശ്വസിക്കുന്നത്. കാരണം ആദാമിന്റെ അത്രയും പോലും യേശുവിന് പവറില്ല. കാരണം ആദാം എന്ന് പറയുന്ന ഒരാൾ ഒരൊറ്റ തെറ്റ് ചെയ്തപ്പോ അത് ഭൂമിയിലുള്ള സകല മനുഷ്യരെയും പാപിയാക്കാനുള്ള എഫക്റ്റ്, കപ്പാസിറ്റി ആ മനുഷ്യനുണ്ടായിരുന്നു എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വേദശാസ്ത്രത്തിലെ യേശുവിന് ആദാമിന്റെ അത്രയൊന്നും പവറില്ല. അങ്ങനെ ഒറ്റ ലംഘനം കൊണ്ട് ഭൂമിയെ മൊത്തം ലംഘനത്തിലേക്ക് നടത്താനുള്ള കപ്പാസിറ്റി ഉള്ളത്. പക്ഷെ യേശുവിന് അങ്ങനൊന്നുമില്ല. യേശുവിന് വന്നേക്കുന്നത് ഓരോരുത്തരും അവന്റെ അടുക്ക പോയാലേ പാപമോചനം കിട്ടും. മനസ്സിലായോ? അതായത് ആദാം ഓർമ്മ ചെയ്തപ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി എല്ലാവരുടെ അക്കൗണ്ടിൽ പാവത്തിന്റെ സംഭവം കിട്ടി. യേശു ക്രിസ്തു ക്രൂശി മരിച്ചത് കൊണ്ട് കിട്ടത്തില്ല. ആരെല്ലാം അവന്റെ അടുക്കൽ വരുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ ഒരു ഡീഗ്രേഡ് ചെയ്ത് ആദമിനേക്കാളും ചെറിയ ഒരാളായിട്ട് നമ്മൾ മാറ്റിവെച്ചിരിക്കും. കർത്താവായ യേശു ക്രിസ്തു ആദമിനേക്കാൾ കുഞ്ഞായിട്ടാണ് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നത്. അല്ല സഹോദരങ്ങളെ, ആദാമിന്റെ ഒരു ലംഘനത്തിന് പ്രപഞ്ചത്തെ മൊത്തം പാപിയാക്കാനുള്ള കരുത്തുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഒരു ചെറിയ വിരലനക്കം യേശു നൊടിച്ചാൽ മതി, അത് കോസ്മോസിനെ മൊത്തം എഫക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കും. ഭൂമിയിലെ മനുഷ്യനെ മാത്രമല്ല, ഈ പ്രപഞ്ചത്തെ മൊത്തം ചലിപ്പിക്കാൻ യേശുവിന്റെ ഈ ഇങ്ങനെ വിരൽ നൊടിച്ചാൽ മതി. പഴമൊന്നും തിന്നണ്ട. കാരണം ക്രൈസ്റ്റ് is the creator of this entire universe. Thus is holding everything together. That much is powerful. So what we are preaching today, that is not devaluating Christ, but we are exalting Christ. ഞാൻ ആ പാപം എന്താണെന്നൊന്ന് പെട്ടെന്ന് പറയാം. എന്താ ഈ പാപം? ആദാമിന്റെ പാപമാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ. ഞാൻ ഈ ആദാമിന്റെ പാപത്തിലേക്കല്ല പോകുന്നത്. ഈ തന്റെ ജനത്തിന്റെ പാപം എന്നൊരു സംഭവം. നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 15:3 ഇങ്ങനെയാണ് വായിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ജീസസ് ഡൈഡ് ഫോർ അവർ സിൻസ്. യേശുവിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു. നമ്മളെല്ലാവരും പറയില്ലേ, ജീസസ് ഡൈഡ് ഫോർ അവർ സിൻസ്, ജീസസ് ഡൈഡ് ഫോർ അവർ. അങ്ങനെയല്ല നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. ജീസസ് ഡൈഡ് ഫോർ അവർ സിൻസ്. യേശു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു. ലിസൺ ടു മീ. അതായത് we are proclaiming that word, Jesus died for our sins. പക്ഷെ ഒരു പ്രോബ്ലം, there's a problem. 1 Corinthians chapter 5 verse 3. 1 കൊരിന്ത്യർ 15:3. നിങ്ങളുടെ വിഷയം ഉണ്ട്, അതെടുത്തു. 1 കൊരിന്ത്യർ 15:3. ആ വാക്യം ഇങ്ങനെയാണ്: ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. For I deliver unto you first of all that which I also received, how that Christ died for our sins according to the scripture. തിരുവെഴുത്തുകളിൻ പ്രകാരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. Okay, Galatians chapter 1 verse 4 വായിച്ചേ. Who gave himself for our sins. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ കൊടുത്തു. That he might deliver us from the present evil world according to the will of God our Father. He gave himself for our sins. Christ died for our sins according to the scripture. ചോദ്യം, question number 1. Which scripture is written for us? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, this is a very critical class. ക്രിട്ടിക്കൽ ആയിട്ടുള്ള ക്ലാസ്. തിരുവെഴുത്തുകളിൻ പ്രകാരമല്ലേ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത്? ഈ ബൈബിളിലെ മരിക്കുന്നതിന് മുമ്പാണല്ലോ
മരിക്കുന്നതിന് മുമ്പ് ഒരു പുസ്തകം പുതിയതും എഴുതിയിട്ടില്ല, എല്ലാം പഴയ നിയമമാണ്. ആ പഴയ നിയമത്തിലെ ഏത് തിരുവെഴുത്താണ് നമുക്ക് വേണ്ടി എഴുതിയത്? ഇന്ത്യക്കാരായ എനിക്ക് വേണ്ടി, ആഫ്രിക്കയിലെ നീഗ്രോയ്ക്ക് വേണ്ടി, ചൈനയിൽ കിടക്കുന്ന മംഗോളിയന് വേണ്ടി, റഷ്യ കിടക്കുന്നതിന് വേണ്ടി, അമേരിക്ക യൂറോപ്പിൽ കിടക്കുന്നവർക്ക് വേണ്ടി എഴുതിയ പുസ്തകം ഏതാ? ഏത് സ്ക്രിപ്ചർ എഴുതിയത്? ഏത് സ്ക്രിപ്ചർ എഴുതി? പറ, നിങ്ങൾ പറ. ഏത് സ്ക്രിപ്ചർ? ഒരു തിരുവെഴുത്തെങ്കിലും ഇന്ത്യക്കാരന് വേണ്ടി എഴുതിയോ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ യെറുശലേമിന്റെ പട്ടണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിളിച്ച് കരഞ്ഞുകൊണ്ടൊരു പ്രവാചകൻ പ്രവചിക്കുക, ജെറമിയാവ് യെറുശലേമിന്റെ തെരുവിൽ സംഭവിക്കാൻ പോകുന്ന വിനാശത്തെക്കുറിച്ചും ഇസ്രായേലിൽ സംഭവിക്കാൻ പോകുന്ന ബാബിലോൺ പ്രവാസത്തെക്കുറിച്ച് പ്രവചിക്കുക. ആ പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന ജെറമിയാവ് ഇസ്രായേലിന്റെ തെരുവിൽ പ്രസംഗിക്കുമ്പോ നമ്മുടെ ഭാരതത്തിൽ ശ്രീബുദ്ധൻ ഇവിടെ നടന്ന് തന്റെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ശ്രീബുദ്ധൻ പ്രസംഗിക്കുന്ന സമയത്താണ് അവിടെ ജെറമ്യാവ്. നമ്മളിപ്പം നമ്മുടെ കയ്യിൽ ഈ പുസ്തകം കിട്ടിയിട്ട് ഇപ്പൊ ജെറമ്യാവ് നമ്മുടെ വീട്ടിൽ ആരാണെന്നുള്ള ധാരണയല്ല നമ്മൾ വായിക്കുന്നത്. ജെറമ്യാവും യെശയ്യാവും യെഹെസ്കേലും ദാനിയേലും ഒന്നും നമ്മുടെ കുടുംബമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത നമ്മൾ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞവരല്ല. തിരുവെഴുത്തുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. ഒരു പ്രവാചകനെ ദൈവം നമ്മുടെ കൂട്ടിൽ അയച്ചിട്ടില്ല. നൂറുകണക്കിന് പ്രവാചകന്മാർ, ആയിരക്കണക്കിന് പുരോഹിതന്മാർ, ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ മുഴുവൻ ലഭിച്ച ഭൂമിയിലെ ഏക ജനത ഇസ്രായേലാണ്. ഇസ്രായേൽ മാത്രമാണ്. അപ്പൊ പാപം എന്ന് പറയുന്ന വിഷയം ആർക്കുള്ളതാണ്? നിങ്ങൾ തന്നെ വായിച്ചു. പാപം ആർക്കുള്ളതാണ്? പാപം ആർക്കുള്ളതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ 5ാമത്തെ നൂറ്റാണ്ടിൽ സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് ഒറിജിനൽ സിൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനമായിട്ട്. ഒറിജിനൽ സിൻ എന്ന് പറഞ്ഞ ആദാമിന്റെ സിൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ നേരത്തെ ഇറ്റ് ഈസ് കട്ടിങ് റിലേഷൻഷിപ്പ് കട്ടായതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതാണ് അവിടുത്തെ സിൻ. മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം പാപമല്ല. മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം മരണമാണ് പ്രോബ്ലം. യേശു ക്രിസ്തു തന്റെ മരണത്താൽ നമ്മുടെ മരണത്തെ നീക്കിയെന്നാണ് ബൈബിൾ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, സിന്നിലേക്ക് വരാം. എന്താ സിൻ? സിൻ എപ്പോഴേ ഉള്ളൂ? ആർക്കൊക്കെയാ സിൻ? നോക്കിയേ, സിൻ ആർക്ക് വേണ്ടിയുള്ളത്, അല്ലെങ്കിൽ ആരോടാ ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്? റോമർക്ക് എഴുതിയ ലേഖനം 5ാം അധ്യായത്തിലേക്ക് വന്നു. നിങ്ങളുടെ കയ്യിലെ ബൈബിൾ നോക്കുക. ഞാനിനി ഇത് തെറ്റു പഠിപ്പിച്ചു നിങ്ങൾ ചിന്തിക്കരുത്. റോമർക്ക് എഴുതിയ ലേഖനം 5ാം അധ്യായത്തിന്റെ 12ാമത്തെ വാക്യം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പടർന്നിരിക്കുന്നു. എല്ലാവരിലും പാപം ചെയ്തു മരണം പരന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഓക്കെ, ഓൾ ഹാവ് സിൻഡ്. 15ാം വാക്യം. ശരി, പോയില്ല. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ബൈബിൾ നോക്കാം. പാപമോ എവിടെ വരെ ഉണ്ടായിരുന്നു? ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോ പാപത്തെ കണക്കിടുന്നില്ല. ശ്രദ്ധിക്കേ, ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. പാപം എന്നത് ആക്ടിവേറ്റ് ആകുന്നത് ന്യായപ്രമാണം ഉള്ളപ്പോഴാണ്. ന്യായപ്രമാണം ഇല്ലാത്ത ഇടത്ത് പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദമിന്റെ ലംഘനത്തിന് തുല്യമായ പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. താഴോട്ട് വായിക്കും. 17ാം വാക്യം 18ാം വാക്യം മൊത്തം അങ്ങോട്ട് വായിച്ചു നോക്കേ. 18ാമത്തെ വാക്യത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു നോക്കിയേ. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നപോലെ ഏകനിധിയ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം സകല മനുഷ്യർക്കും വന്നിരിക്കുന്നു.
I want to tell you one thing. Simple. If there is law, sin. If there is no law, no sin. നിയമം ഉണ്ടോ അവിടെ പാപമുള്ളൂ. പാപമുള്ളിടത്ത് നിയമം ഉണ്ടായിരിക്കും. നിയമം ഉള്ളിടത്തെ പാപമുള്ളൂ. I want to tell you one thing. ദൈവം ന്യായപ്രമാണം കൊടുത്തത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയല്ല, ഇന്ത്യക്കാരന് വേണ്ടിയല്ല, പാകിസ്ഥാൻകാരന് വേണ്ടിയല്ല, ബംഗ്ലാദേശുകാരന് വേണ്ടിയല്ല, ഭൂട്ടാൻകാരനും അല്ല, ശ്രീലങ്കക്കാരനും അമേരിക്കക്കാരനും യൂറോപ്പുകാരനും അല്ല. ദൈവം ഒരു ജനതയ്ക്ക് ന്യായപ്രമാണം കൊടുത്തിട്ടില്ല. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, ദൈവം ന്യായപ്രമാണം കൊടുത്തത് ഒരൊറ്റ ഗ്രൂപ്പിന് വേണ്ടി മാത്രമാണ്, അത് യഹൂദന് വേണ്ടി മാത്രം. പിന്നെ നമ്മൾ ഈ പോയി അവരുടെ പുറകെ പോയി വരെ വാലെ പിടിച്ചിട്ട് ഞങ്ങൾക്ക് കൂടെ കിട്ടി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന അല്ലാതെ ന്യായപ്രമാണം ദൈവം ഭൂമിയിലെ ഒരു ജനതയ്ക്ക് കൊടുത്തിട്ടില്ല. ഇത് അങ്ങനെ പഠിക്കാൻ എന്താ നമുക്ക് മടി വരുന്നത്? സമ്മതിക്കത്തില്ല നമ്മൾ ഉടനെ അത് ലോസ്, ആ ലോയാണ് ഈ ലോയാണ്. ഒരു ലോയും ന്യായപ്രമാണം ദൈവം എനിക്ക് തന്നിട്ടില്ല. If there is no Old Testament, there is no New Testament. Who said there is no New Testament? ആരാ വന്ന് കയറിയിരിക്കുന്നത്? പഴയ നിയമം ഇല്ലെങ്കിൽ പുതിയ നിയമമില്ല. പഴയ നിയമം ഉണ്ട്, പുതിയ നിയമം ഉണ്ട്. ഇത് രണ്ടും നമുക്കുള്ളതല്ല. അതാത് മനസ്സിലാക്കണം. പഴയ നിയമം ദൈവം അബ്രഹാമിനോട് ചെയ്ത നിയമമാണ്. പുതിയ നിയമം അതേ ദൈവം, ഞാൻ ആ വാക്യം വായിച്ചു കേൾപ്പിക്കാം. ഇതിനെ നമ്മളിനി ഇതിനകത്ത് സംശയക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്തോത്രം. എടുത്തു. എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം. ബൈബിൾ എടുക്കുക. ഞാനിത് എന്റെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞ് നിന്ദിക്കരുത്. എബ്രായ ലേഖനം 8-ാം അധ്യായം 8 മുതൽ. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളിച്ചത്, അവൻ അവരെ, നമ്മളെ അല്ല, അവരെ, യഹൂദന്മാരുടെ കാര്യം, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. പുതു നിയമം ആരോട്? ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും ചെയ്യുന്ന കാലം വരുമെന്ന് കർത്താവിന്റെ അരുളപ്പാട്. കർത്താവ് നിയമത്തെ സ്ഥാപിച്ചത് പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യരോടല്ല. ആദ്യം മനസ്സിലാക്കണം. ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ, ഇതെന്തിന് ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പറഞ്ഞ്? യഹൂദന്മാരുടെ ഗ്രഹം, യഹൂദന്മാരുടെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി. 2 houses ഓഫ് ഇസ്രായേൽ. അത് പഠിക്കണം. അതൊരു വലിയൊരു തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. യഹൂദ ഗ്രഹവും ഇസ്രായേൽ ഗ്രഹം. ഇസ്രായേൽ ഗ്രഹം എന്ന് പറഞ്ഞാൽ എഫ്രീം ഗോത്രത്തിന്റെ തലയിൽ, അദ്ദേഹത്തിന്റെ ഹെഡിങ്ങിൽ, അദ്ദേഹത്തിന്റെ ടൈറ്റിലിൽ 10 ഗോത്രങ്ങൾ. യഹൂദ ഗ്രഹം എന്ന് പറഞ്ഞാൽ യഹൂദയും ബെന്യാമിൻ ഗോത്രവും ലേവിയ ഗോത്രവും, അങ്ങനെയുള്ള 3 ഗോത്രങ്ങളിൽ. പിന്നെ ലേവിയ ഗോത്രങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തില്ല, അവർ പുരോഹിതന്മാരായിരുന്നു. അങ്ങനെ 2 ഗോത്രവും 10 ഗോത്രവുമാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. അപ്പൊ പുതുനിയമം ദൈവം സ്ഥാപിച്ചത്, ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ചിത്രം മൊത്തം നമ്മൾ കേൾക്കണം. ഫുൾ കേട്ടെങ്കിൽ അത് മനസ്സിലാക്കണം. ആദ്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. ന്യായപ്രമാണം ദൈവം നമുക്ക് തന്നിട്ടില്ലെന്ന് മനസ്സിലാക്കണം. തിരുവെഴുത്തുകളിൻ പ്രകാരം യേശു മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മളത് വായിക്കുക. നമ്മൾ വായിക്കുമ്പോൾ ഏത് തിരുവെഴുത്തിൻ പ്രകാരമാണ്? പഴയ നിയമത്തിലെ തിരുവെഴുത്തിൻ പ്രകാരം. ആ പഴയ നിയമം ദൈവം കൊടുത്തതാർക്കാ? യഹൂദന്മാർക്ക്. പുതിയ നിയമവും ദൈവം കൊടുത്തതാർക്കാ? അതേ യഹൂദന്മാർക്കാ. കാരണം പഴയ നിയമം മാറിയപ്പോൾ പുതിയ നിയമം വന്നു. പക്ഷെ അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളാരാന്ന് മനസ്സിലാക്കാൻ ഒറ്റ വാക്യം. ഞാനത് നിങ്ങളെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് പോകണം. എങ്കിലും ചില ആളുകൾ പെട്ടെന്ന് ഒരു മരുന്ന് കൊടുക്കാൻ വേണ്ടിയാണ്. ചിലർക്ക് ഭയങ്കര വിഷമം വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആരാണെന്നുള്ളതിന് ഒരു ഒറ്റ വാക്യം. ഗലേഷ്യൻസ് എടുത്തു. ഗലേഷ്യൻസ് ചാപ്റ്റർ 4. ഗലേഷ്യൻസ് ചാപ്റ്റർ 4. ഗലാത്യ ലേഖനം 4-ാം അധ്യായം. ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മുടെ വിഷയം അങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് അവസരമില്ല. നമ്മുടെ വിഷയം അതല്ല താരം. കാരണം പക്ഷെ ഞാൻ ഇന്ന് വന്നത് സഭയെ കുറിച്ച് പറയാനാണ്. എങ്കിലും ഇടയ്ക്ക് കയറി വന്നതുകൊണ്ടെന്ന് പറയാം. ഓക്കെ,
Galatians chapter 4 verse 4. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴിൽ അടിമയായിരുന്നു. എന്നാൽ അവിടെ പോലെ എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, എല്ലാരും നന്നായിട്ട് വായിക്കണം ബൈബിൾ, സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. ഇവിടെ രണ്ട് ടേമ, ഒന്ന് സ്ത്രീയിൽ നിന്ന് ജനിച്ചു, രണ്ട് ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചു. എന്തിനാ ഈ രണ്ട് ടേമിൽ പറഞ്ഞു? രണ്ടിടത്ത് ജനിച്ചു പറഞ്ഞു. ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോക്കസിംഗ് ഓൺ ജ്യൂ. സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ എൻറ്റയർ ഹ്യൂമൻ ബീയിങ്. എൻറ്റയർ ഹ്യൂമൻ ബീയിങ്. ലിസൺ ടു മീ. സോ ഇവിടെ സ്ത്രീയുടെ സന്തതി എന്ന ടെർമിനോളജി ടൈറ്റിൽ ഈസ് ഫോർ ഓൾ ഹ്യൂമാനിറ്റി. ന്യായപ്രമാണത്തിന്റെ കീഴെ ജനിച്ചു എന്നതിന്റെ മീനിങ് ഈസ് അണ്ടർ ദ ലോ. യഹൂദനായി ന്യായപ്രമാണത്തിന് കീഴിൽ ഇറ്റ് ഫോക്കസിംഗ് ഓൺ ദാറ്റ് ഗ്രൂപ്പ്, ആ ജനതയെ മാത്രം ഉദ്ദേശിച്ചു. അഞ്ചാമത്തെ വാക്യം, അവൻ ന്യായപ്രമാണത്തിൻ കീഴിൽ ഉള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട്, വിലയ്ക്ക് വാങ്ങിയിട്ട് നാം ഗലാത്യയിലുള്ള ആളോട് പറയാ, ജാതികളോട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ട്രൂത്ത്. നമ്മൾ യഹൂദന്റെ വീട്ടിൽ കിടന്ന് ന്യായപ്രമാണം, വീണ്ടെടുപ്പ്, പാപമോചന, യാഗം, ഇതിലൊന്നും പോണ്ട. യഹൂദനെ ന്യായപ്രമാണത്തിൽ നിന്ന് വീണ്ടെടുത്ത് വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിച്ചത് പുത്രത്വമാണ്. വീണ്ടെടുത്ത് അത് ഇത് രക്തച്ചൊരിച്ചില്, യാഗം, പെസക, ഇതുകൊണ്ടൊന്നും നമുക്ക് ബന്ധമില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുഞ്ഞോട് അറുക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ ലേവ്യ പുരോഹിതൻ പറയുന്ന പോലെ ഇവിടെ പറയുന്നു. പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല, ഞാനതിനെതിരല്ല. പക്ഷെ അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. നമ്മുടെ കുഞ്ഞാടെന്ന് അറുക്കപ്പെട്ടെന്ന് പറയുമ്പോൾ ഉടനെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പെസക കുഞ്ഞാടെന്ന് പറഞ്ഞു, ബൈബിളിലുണ്ട്. പക്ഷെ പെസകയുമായിട്ട് നമുക്ക് എന്താ ബന്ധം? യഹൂദനെയാണ് വീണ്ടെടുത്തത്. യഹൂദനെ ന്യായപ്രമാണത്തിന് വീണ്ടെടുത്തു. എന്തിന്? പുറജാതികൾക്ക് അവന്റെ പുത്രൻ മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന ദൈവത്തിന്റെ അരുളപ്പാട് അബ്രഹാമിനോട് കൊടുത്തു. അബ്രഹാം വിശ്വാസികളുടെ പിതാവ്. ആ അനുഗ്രഹത്തിൽ, ആ ഉടമ്പടിക്കകത്ത് ഒരു ടെർമിനോളജി ഉണ്ട്. നിന്റെ പുത്രൻ മുഖാന്തരം സകല ജാതി അനുഗ്രഹിക്കും. ദാറ്റ് സൺ, അത് ഇസഹാക്കല്ല, യാക്കോബല്ല, ഇസ്രായേൽ അല്ല, അത് ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ ക്രിസ്തു മുഖാന്തരം സകല ജാതി അനുഗ്രഹിക്കും. എങ്ങനെയാ ക്രിസ്തു മുഖാന്തരം സകല ജാതി അനുഗ്രഹിക്കപ്പെട്ടത്? പുത്രത്വം പ്രാപിക്കേണ്ടതിനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? പുത്രത്വത്തിന്റെ ആത്മാവിനെ സകല ജഡത്തിന്റെ മേലും പെന്തിക്കോസ്ത് നാളിൽ ദൈവം പകർന്നു. അങ്ങനല്ലേ? അവിടെ കൂടിയിരുന്ന കുറച്ചു പേർ ദൈവത്തിൽ അന്യഭാഷ പറയുമ്പോൾ പ്രവാചകന്റെ ദൂത്, യോവേൽ പ്രവാചകന്റെ ദൂത് എടുത്തിട്ട് പത്രോസ് പ്രസംഗിക്കുമ്പോൾ എന്താ പറഞ്ഞത്? അന്ത്യകാലത്ത്, എൻഡ് ഓഫ് ദ ഏജ്, ലോകാവസാനത്ത് സകല ജഡത്തിന്റെ മേലും, കാത്തിരിക്കുന്നവരുടെ മേലല്ല, സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. സോ ഐ ബിലീവ് ദ ഹോളി സ്പിരിറ്റ് is not a local person. Holy Spirit is God. The coming of the Holy Spirit is not an individual act. It is not an individual effect. എനിക്ക് തോന്നുന്നു ഒരു ലോക്കൽ ജിയോഗ്രഫിക്കൽ പൊസിഷനിൽ എഫക്ട് ചെയ്യുന്ന ഒന്നല്ല പരിശുദ്ധാത്മാവിന്റെ വരവ്. പരിശുദ്ധാത്മാവിന്റെ ആഗമനം, I believe that effect really changed the whole cosmos. ഈ പരിശുദ്ധാത്മാവ് വന്നെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ പെട്ടെന്നിരിക്കുന്നത്, ഞാനിപ്പം ഇവിടെ നിന്ന് സിറ്റിയിലോട്ട്, ഒരു കടയിലോട്ട് പോകുന്ന പോലെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ ഇങ്ങനെ വന്നു. അതല്ല പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവ്, പുതുപുത്ര പരിശുദ്ധ റൂഹ, ട്രിനിറ്റി, God in Trinity, triune God. They are in relationship. They are holding this whole cosmos together. വചനമായവനെ കൊണ്ട് സകലത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ട്രിനിറ്റിയുടെ അകത്താണ് ഈ കോസ്മോസ് മൊത്തം, ഈ പ്രപഞ്ചം മൊത്തം. ഈ പ്രപഞ്ചം മൊത്തത്തെയും കവർ ചെയ്യുന്ന ദൈവം അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു ലോക്കൽ സ്ഥലത്തോട്ട് വന്നു എന്ന് പറയുമ്പോൾ അർത്ഥം he entered into the cosmos. ഓക്കെ, ഞാൻ ഒത്തിരി പ്രശ്നത്തിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കുക,
യഹൂദന് വീണ്ടെടുപ്പും എനിക്ക് പുത്രത്വം. ഇത്രയെങ്കിലും മനസ്സിലാക്കാം. എനിക്ക് വീണ്ടെടുപ്പൊന്നുമില്ല, അതിനുവേണ്ടി ഞാൻ എവിടെ പോയില്ലല്ലോ. ഞാൻ എന്നെ എവിടെ നഷ്ടപ്പെടുത്തിയത്? അത്രേ ഉള്ളൂ. യഹൂദനെ വിലക്ക് വാങ്ങിയപ്പോ നമുക്ക് പുത്രത്വം കിട്ടി. യഹൂദനെ ന്യായപ്രമാണത്തിൽ നിന്ന് വീണ്ടെടുത്തു, എനിക്ക് ഫ്രീ ആയിട്ട് പുത്രത്വം കിട്ടി. മാനവജാതിക്ക്, മൈ ഗോഡ്, മനുഷ്യജാതിക്ക് നഷ്ടപ്പെട്ട പുത്രത്വവും യഹൂദനെ വീണ്ടെടുക്കും. യഹൂദന്റെ പാപത്തിന്റെ പരിഹാരമാണ്. നിങ്ങൾ മനസ്സിലായി, യഹൂദന്റെ പാപമാണ്, യഹൂദന്റെ മേലെ പാപം. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാൻ ഇരിക്കേണ്ടവൻ യേശു എന്ന് പേരിടണം. പ്രോബ്ലം അബ്രഹാമിന്റെ ജഡത്തിൽ ജനിച്ച യഹൂദനുമായിട്ട് ബന്ധത്തിലാണ്. കാരണം അവർക്കാ പ്രമാണം കിട്ടിയത്. പ്രമാണം കിട്ടിയവരുടെ മേലാണ് പാപം കണക്കിടുന്നത്. ദൈവം മനുഷ്യരുടെ പാപം കണക്കിടുന്നില്ലെന്ന് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ കൊരിന്ത്യ ലേഖനത്തിൽ? 2 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. 2 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിന്റെ 19 ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോയി. എഴുതി വെച്ച് വായിച്ച് പഠിക്കണം. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടുന്നില്ലെന്ന്. കണക്കിടണം എന്ത് വേണം? ന്യായപ്രമാണം. പ്രമാണമുണ്ടെങ്കിൽ മാത്രമേ ലംഘനമുള്ളൂ. പ്രമാണമുണ്ടെങ്കിൽ മാത്രമേ അക്കൗണ്ട് ഉള്ളൂ. ഞാനിതിപ്പം എനിക്കെന്തോ കിട്ടാൻ വേണ്ടി പറയല്ല. ഞാൻ തമ്പുരാന്റെ ഒറിജിനൽ ഹാർട്ട് നിങ്ങൾക്ക് തുറന്നു കാട്ടുക. ഇതാ ദൈവം. അല്ല, ദൈവം കുറച്ചു പേർക്ക് വേണ്ടി മാത്രം ഇരിക്കുന്ന ഏതോ ലോക്കൽ ഗോത്ര ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം പ്രപഞ്ചത്തിന്റെ നാഥനാണെങ്കിൽ, നമ്മുടെ ദൈവമാണ് ഇവിടുത്തെ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ബുദ്ധമതക്കാരുടെയും ദൈവമില്ല എന്ന് പറയുന്നവന്റെയും കാട്ടുജാതിയുടെയും ആമസോണിൽ കിടക്കുന്ന ഗോത്രവർഗങ്ങളുടെയും ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നെങ്കിൽ, നമ്മുടെ പ്രസംഗം നാം വീണ്ടും പുനരവലോകനം ചെയ്യണം. എന്നെയും എന്റെ കുടുംബത്തെയും പിടിപ്പിക്കുന്ന ദൈവം, എന്റെ വീട്ടുകാരെ സൂക്ഷിക്കുന്ന ദൈവം എന്ന ചിന്തയിൽ നിന്ന് സർവ്വലോകത്തെയും സ്നേഹിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള ചിന്തയിലേക്ക് നാം പോകണം. ഇവിടുത്തെ പ്രോബ്ലം ദൈവം നല്ലവനാണെന്ന് പറയുന്നതാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് എന്ന് പ്രസംഗിച്ചപ്പോ ദൈവം ഭയങ്കര ഗുഡ്, ഗോഡ് ഈസ് ഓ ഗുഡ് എന്ന് പറഞ്ഞു. ദൈവം ഭയങ്കര സ്നേഹവാനാണ്. പാസ്റ്റർ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞാൽ ഒറ്റ വിശ്വാസിയും വിശുദ്ധ ജീവിതം നയിക്കത്തില്ല. അപ്പൊ നോക്കിക്കോണേ. അങ്ങനെ ഒരു കാര്യം ചെയ്യും, ദൈവം കള്ളും കുടിച്ച് നിന്നെ തല്ലാൻ വരുന്ന ദൈവമാണെന്നൊക്കെ പറഞ്ഞു. അതാ നല്ലത്. ദൈവം നല്ലവനാണെന്ന് പറഞ്ഞാൽ ജനം പാപം ചെയ്യുമെന്ന്. ശരി, അഭാവം വിടുക. വാട്ട് ഈസ് ദ സിൻ ഓഫ്? നമ്മൾ ഈ വാക്യങ്ങളിൽ ഞാൻ ഈ വിഷയങ്ങൾ നന്നായിട്ട് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് സമയത്തിന്റെ പരിധിയുണ്ട്. പക്ഷെ ഒന്ന് 2 കാര്യം വിടാതെ പറയാം. അതായത് സിന്ന് ലോ ഉള്ളിടത്ത് മാത്രമേ കണക്കെടുത്തുള്ളൂ. അങ്ങനെയാ ബൈബിളിൽ ന്യായപ്രമാണം വരെയും പാവം ഉണ്ടായിരുന്നു, പക്ഷെ പാവം കണക്കിട്ടിരുന്നില്ല. എന്തുകൊണ്ട് കണക്കിടുന്നില്ല? കണക്കിടുന്നത് പറഞ്ഞാൽ അക്കൗണ്ടിലോട്ട് വരുന്നില്ല. കാരണം ലോ ഇല്ല. ലോ വന്നപ്പം അക്കൗണ്ടിലേക്ക് വരും. ലോ ഇല്ലാത്തിടത്തോളം കാലം അക്കൗണ്ട്. പിന്നെ ന്യായപ്രമാണം ആർക്കുള്ളതാണ്? റോമാലേഖനം വായിച്ചു. ന്യായപ്രമാണം യഹൂദനാണ്. ഒരു ജാതിക്ക് ദൈവം ഒരു ജാതിക്കും പ്രമാണം കൊടുത്തിട്ടില്ല. സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു, അവൻ ഈ പ്രമാണം ഒരു ജാതിക്കും കൊടുത്തിട്ടില്ല എന്ന് ബൈബിൾ വായിക്കുന്നു വ്യക്തമായിട്ട്. ദൈവം ഒരു ജാതിക്കും കൊടുത്തിട്ടില്ല. യഹൂദനല്ലാതെ ഒരൊറ്റ ജനതയ്ക്ക് ദൈവം പ്രമാണം കൊടുത്തിട്ടില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെയൊക്കെ കയ്യിൽ ഈ ബൈബിൾ കിട്ടിയതാണ് ഏറ്റവും വലിയ അബദ്ധം, സത്യം. പക്ഷെ ഈ ബൈബിൾ കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ബൈബിൾ നമ്മുടെ കയ്യിൽ കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞാനൊരു വാക്കിയിട്ടേക്കുന്ന വിശ്വസിക്കുന്നു. അത്യാവശ്യമുള്ള റെഫറൻസ് നമ്മുടെ ശുശ്രൂഷകന്മാർ തന്നെ വരുന്നുണ്ട്. അവർക്കുള്ളോ? അതെ അതെ, അത് അങ്ങനെ തന്നെ. പ്രമാണം മൊത്തം അവർക്കല്ലേ ദൈവം കൊടുത്തു. ഓക്കെ, ഞാനെന്ത് പറഞ്ഞതാണ്? ശരി, എല്ലാം വിടുക, പാപത്തിലേക്ക് വരിക. പഠിച്ചു. ന്യായപ്രമാണം വരുന്നത് വരെ പാപമുള്ളൂ. ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് പാപമില്ല. നമുക്ക് പാപം കണക്കിടാൻ പറ്റത്തില്ല. ലോകത്തിൽ ഒരു ജനതയുടെ പാപം കണക്കിടാൻ പറ്റത്തില്ല. കാരണം എന്താ? അങ്ങനെ ബൈബിൾ വ്യക്തമാണ്. ദൈവം മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക, കണക്കിടുന്നില്ല. കാരണം ഒരു ജനതയ്ക്കും പാപം ദൈവം പ്രമാണം കൊടുത്തിട്ടില്ല. ഇത് മനസ്സിലാക്കുക. ദൈവം ഒരു ജനതയ്ക്കും പ്രമാണം കൊടുത്തിട്ടില്ല. പ്രമാണം കൊടുത്ത ജനതയ്ക്ക് മാത്രമാണ് ആ പാപം. ആ പാപം വാസ്തവത്തിൽ
talking about the people, those who are under law. അതുപോലെ തന്നെ ജനതയുടെ, ഞാൻ നേരത്തെ വായിച്ച വാക്യം 2 Corinthians chapter 5 verse 19, ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടുന്നില്ല എന്നത് വരുമ്പോൾ അർത്ഥം the law is taken. നിയമം വരുമ്പോൾ ലംഘനം കണക്കിടുന്നു, ലംഘനം കണക്കിടുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം നിയമം എടുത്തു മാറ്റിയെന്ന്. നിയമത്തെ എടുത്തു മാറ്റി. ലോ ഫുൾഫിൽ ആയി, is already fulfilled forever. Fulfilled. That means there is no demand of the law right now. We are not under law. I want to pronounce that word again, brothers and sisters. The Jews, they were redeemed. They were redeemed. But we became the sons of God. വേറെ ഇന്നത്തെ മെസ്സേജ് എല്ലാം മറന്നാലും ഇത് മാത്രം മറക്കരുത്. അവർ വീണ്ടെടുക്കപ്പെട്ടു, നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന്. എങ്ങനെ പുത്രത്വം പ്രാപിച്ചു? ദൈവം തന്റെ പരിശുദ്ധ റൂഹായി സകല ജഡത്തിന്റെ മേലും പകർന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ അഫക്റ്റ് പിറന്നു വീഴാൻ പോകുന്ന ഒടുക്കത്തെ മനുഷ്യന്റെ മേൽ വരെ ഉണ്ടെങ്കിൽ പെന്തിക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന പരിശുദ്ധ റൂഹായുടെ ആഗമനം പ്രപഞ്ചത്തിൽ വരുന്ന സകല മാനവ ജാതിയെ ഒരുപോലെ സ്പർശിക്കുക. Because Jesus is not a local God. Holy Spirit is not a local God. They are the God of universe. പ്രപഞ്ചത്തിന്റെ സർവ്വ ലോകത്തിന്റെയും ദൈവമാണ്. He's our God. So first of all, we should know our God. ഗോത്ര ദൈവ സങ്കല്പത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. പരിശുദ്ധാത്മ വന്നെന്ന് പറഞ്ഞാൽ ഏതോ ഒരു മുറിക്കകത്ത് വന്നെന്ന് വിശ്വസിക്കരുത്. സകല മാനവരാശിയുടെ പുറത്ത് വന്നെന്ന് വിശ്വസിക്കണം. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഞാൻ അതുകൊണ്ട് നേരത്തെ മുമ്പ് പറഞ്ഞില്ലേ, പരിശുദ്ധാത്മ വന്നപ്പം അവരുടെ മേ മാത്രമല്ല വന്നത്, സകല ജഡത്തിന് മേ വരുമെന്നാണ് എഴുതിയത്. അങ്ങനെയല്ലേ പത്രോസ് പറഞ്ഞത്? അന്ത്യകാലത്ത് സകല ജഡത്തിന് മേലും ഞാൻ ഒരു ആത്മാവിനെ പകരും എന്ന പ്രവചനത്തിന് നിവൃത്തിയാണ് ഈ കാണുന്ന. അന്ത്യകാലത്ത് ഞങ്ങളുടെ മേൽ ആത്മാവിനെ പകരുമെന്നല്ല, അതുകൊണ്ട് സകല ജഡത്തിന്റെ മേലും. It happened. That's why when Peter stood up, എപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ ആരംഭിച്ചു, the Bible says 3,000 people were saved. 3,000 people saved. ഞാൻ തൽക്കാലം ഈ സിൻ എന്ന വിഷയത്തിൽ നമ്മൾ പുറകോട്ട് ഇറങ്ങിക്കോട്ടെ. പാപം, ഇസ്രായേലിന്റെ പാപം, ആ പാപത്തെ ചുമന്നു മാറ്റുക, ആ പാപത്തിന് വേണ്ടി മരിക്കുക, തിരുവെഴുത്തുകളിൽ പ്രകാരം മരിക്കുക. According to the law, according to the scripture, Jesus died. Because അവൻ ഒരിക്കലും ലോകത്തിലെ എല്ലാവർക്കും വേണ്ടി മരിക്കേണ്ട ആവശ്യമില്ല. കാരണം ലോകത്തിലെ എല്ലാവരുടെ മേലും പാപം കണക്കിട്ടിട്ടില്ല. കൊർന്നല്യൂസ് ആരെന്നറിയാമോ? അതൊക്കെ സംശയങ്ങൾ വരും. കൊർന്നല്യൂസ് ജാതിയൻ എന്ന് പറഞ്ഞാൽ അർത്ഥമല്ല, അദ്ദേഹം ഇസ്രായേൽ ഗോത്രത്തിൽ, അതായത് ഗലീല നാട്ടുകാരൻ, ഗലീല ജാതികളുടെ ഗലീല എന്ന് പറഞ്ഞാൽ യെരുശലേമിൽ നിന്ന് ഇസ്രായേൽ ജനവുമായി ഇടകലർന്നു പോയ, അസീറിയൻ ഗ്രൂപ്പുമായി ഇടകലർന്നു പോയ കുടുംബമാണ് കൊർന്നല്യൂസ്. There is no law in the New Testament. What is the law in the New Testament? There is no law in the New Testament. There is only life in the New Testament. There is no law. Actually, law is for the dead one and life is for the living one. ചത്തവർക്കാണ് നിയമം, ജീവിച്ചിരിക്കുന്നവർക്ക് നിയമത്തിന്റെ ആവശ്യമില്ല. ന്യായപ്രമാണം അശുദ്ധർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, വ്യഭിചാരികൾ, ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പൗലോസ് തിമോഥെയോസിൽ എഴുതുന്നത്. ന്യായപ്രമാണമോ കുഴപ്പക്കാർക്കുള്ളോ? അപ്പം that was talking about the people, those who are under the law, they are Jews. Okay, skip ചെയ്യാം, കാരണം അവിടെ നിന്നാൽ ശരിയാവില്ല. തിരിച്ചു വരണം, കാരണം നമ്മുടെ മെസ്സേജ് ചർച്ച. അടിപൊളി. I will answer the question. I will answer the doubt. ഞാൻ ഈ ഡൗട്ട് അതിനുശേഷം പറഞ്ഞുതരാം. നമ്മുടെ ആളുകൾക്ക് ഒരു വലിയ കാരണമുണ്ട്, നിയമമില്ലെങ്കിൽ മനുഷ്യർക്ക് എങ്ങനെയും ജീവിക്കാം. ഇത്
എങ്ങനെയും ജീവിക്കാമെന്ന് ആഗ്രഹിച്ച് കൊതിച്ച് നടക്കുന്ന ആളുകളുടെ ചോദ്യം സത്യം. അതായത് ഈ നമ്മൾ ഈ ദൈവകൃപയെ കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് ആദ്യം വരുന്ന ചിന്ത എന്നറിയുമോ? ഓ, അങ്ങനെയാണ്, എങ്ങനെയും നമുക്ക് ജീവിക്കാമല്ലോ. എങ്ങനെയും ജീവിക്കണോ? അങ്ങനെ കൊതിച്ച് 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 വായി വെള്ളം ഇറക്കി ഇതിനകത്ത് വന്നിരിക്കുന്നതിനാണ് പോയി ആ മാങ്ങ കഴിച്ചിട്ട് പോവാം. പിടിയിട്ടില്ല. അപ്പം നിയമമില്ല എന്ന് പറഞ്ഞാൽ ഉടനെ ആളുകളുടെ ചിന്ത നമുക്ക് എങ്ങനെയും ജീവിക്കാമെന്നാ. എങ്ങനെയും ജീവിക്കാം എന്നുള്ള ചിന്ത വരുന്ന ആർക്കെന്നറിയാമോ? 1000 ആഗ്രഹം അകത്ത് വെച്ചിട്ട് വെള്ളം ഇറക്കി ഈ സഭയ്ക്കകത്ത് വന്നിരിക്കുന്ന ആളുകളുടെ ആഗ്രഹം. അയ്യോ, കൊതിയാവുന്നു, പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല. ഓ, അവനെല്ലാം അനുഭവിക്കുന്നു, എനിക്ക് പറ്റുന്നില്ല എന്നൊരു ചിന്ത. അങ്ങനെയുള്ള കക്ഷികൾക്കാണ് എന്തും ചെയ്യാനുള്ള ലൈസൻസ് എന്നൊക്കെ തോന്നുന്നത്. അല്ലാതെ കർത്താപ്പച്ചന്റെ സ്നേഹത്തിൽ പോകുന്ന ആർക്കും ഇങ്ങനെ സംശയം വന്നിട്ടില്ല. മനസ്സിലാവുന്നില്ലേ? ഈ ഇവിടെ എന്നിട്ട് ഒരു പെണ്ണിനെ കാണുമ്പോൾ അയ്യോ അവിടെ കുറെ പോണെച്ച് കള്ളു കുടിക്കണം, പോകണം, ഓ ഇതിനകത്ത് വരണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ആളുകളാണ് ഈ കക്ഷികൾ. ഇത് പുത്രത്വത്തിന്റെ വെളിപ്പാടില്ലാത്തവരാ. ഇതെല്ലാം മതത്തിൽ നിന്ന് മതത്തിലേക്ക് മാറുന്നതാണ് ജനങ്ങൾക്ക് ഈ ചിന്ത. എന്റെ വിഷയം അതല്ല. ഓ, ഓക്കെ. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ നിർത്താം. ബാക്കി നമുക്ക് നാളെ പറയാം. ദ ചർച്ച് ബിഫോർ AD 70. AD 70 മുമ്പുള്ള സഭ is for the salvation of the people. Salvation എന്ന് പറഞ്ഞാൽ രക്ഷ എന്ന വാക്ക്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. AD 70 വരെ, യെരുശലേമിന്റെ വിനാശം വരെ, സഭയുടെ ആത്യന്തികമായ ലക്ഷ്യം വരുവാൻ പോകുന്ന ആ മഹാകോപത്തിൽ നിന്ന്, ആ അഗ്നിയിൽ നിന്ന് ജനതയെ വിടുവിക്കുക, റെസ്ക്യൂ ആയിരുന്നു. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഈ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ ബൈബിൾ നന്നായിട്ട് വായിച്ചു നോക്കും. റെസ്ക്യൂ ആയിരുന്നു. അതുകൊണ്ടാണ് നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലാകുന്നത്. നോഹയുടെ കാലത്ത് പെട്ടകം 8 പേർ രക്ഷപ്പെട്ടില്ലേ? പുറത്ത് ഭയങ്കരമായ ജലപ്രളയവും വിനാശവും സംഭവിച്ചപ്പോൾ 8 പേരെ കൊണ്ട് വെള്ളത്തിന്റെ മീതെ ഉയർന്ന് ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി സ്ഥാപിച്ച് ജനത്തെ രക്ഷിച്ച ഒരു പെട്ടകം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലാകും. അപ്പം AD 70 യെരുശലേമിന് നാശം വന്നപ്പോ അന്ന് സഭ അവിടെ പ്രവർത്തിച്ചത് നോഹയുടെ പെട്ടകം പോലായിരുന്നു. അന്ന് രക്ഷാപെട്ടകമായിരുന്നു. അന്ന് അതിൽ പ്രവേശിച്ചവരൊക്കെ രക്ഷപ്പെട്ടു. അന്ന് സഭയുടെ ദൗത്യം രക്ഷിക്കുക, വിനാശത്തിൽ നിന്ന് രക്ഷിക്കുക. വാതിലടച്ചില്ലേ? നോഹയുടെ പെട്ടകം ഉണ്ടായിരുന്നു, അതിനകത്ത് കയറി വാതിലടച്ചു. പക്ഷെ നിങ്ങൾ പുത്തൻ യെരുശലേമിലേക്ക് വാ, പുത്തൻ യെരുശലേമിൽ വാ, വാതിൽ തുറന്നിട്ടിരിക്കുക, അടയ്ക്കുന്നില്ല. കൃപയുടെ വാതിൽ പൂട്ടാറായി നിങ്ങൾ പാട്ടുപാടിക്കോ, പക്ഷെ പൂട്ടത്തില്ല. കാരണം പുത്തൻ യെരുശലേമിന്റെ വാതിൽ അടയ്ക്കുന്നില്ല. രാത്രിയില്ല, പകലില്ല, കുഞ്ഞാട് അതിന്റെ വിളക്കാണ്. അവിടെ മരണമില്ല, അവിടെ കുഞ്ഞാട് അതിന്റെ വെളിച്ചമായിട്ടിരിക്കുന്നു. ആ വാതിൽ അടയ്ക്കാതെ കിടക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേ, AD 70 മുമ്പ് വാതിലടച്ച് കുറച്ചുപേരെ രക്ഷിച്ച് വിനാശത്തിൽ നിന്നും വരുവാൻ പോകുന്ന കോപാഗ്നിയിൽ നിന്നും രക്ഷിക്കുന്ന സഭയാണ് നമ്മൾ 1-ാം നൂറ്റാണ്ടിൽ കാണുന്നത്. പക്ഷേ അതിനുശേഷം സഭ കയറി വരുന്നവരെ രക്ഷിക്കുന്ന പെട്ടകമല്ല സഭ. വാതിൽ തുറന്നിട്ടിരിക്കുന്നു, ലോകത്തിന്റെ മുമ്പിൽ തുറന്ന വാതിൽ. ആ വാതിൽ പടിയിലൂടെ ജീവജല നദി ലോകത്തിലേക്ക് ഒഴുകുന്നു. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. AD 70 വരെ സഭയുടെ ആത്യന്തിക ലക്ഷ്യം വരുവാൻ പോകുന്ന ന്യായവിധിയിൽ നിന്നും ഡിസ്ട്രക്ഷനിൽ നിന്നും ജനത്തെ ഉദ്ധരിക്കുന്നതായിരുന്നെങ്കിൽ AD 70 ശേഷം സഭയുടെ ആത്യന്തിക ദൗത്യം ലോകത്തെ രൂപാന്തരപ്പെടുത്തുക, നേഷൻസിനെ രൂപാന്തരപ്പെടുത്തുക.
രാജ്യങ്ങളെ രൂപാന്തരപ്പെടുത്തുക. ഇന്ന് സഭ ഭൂമിയിലായിരിക്കുന്നത് കുറച്ചുപേരെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനല്ല. സഭയുടെ ജോലി സ്വർഗത്തിലേക്കുള്ള റിക്രൂട്ടിംഗ് അല്ല. സഭയുടെ ജോലി ഭൂമിയെ രൂപാന്തരപ്പെടുത്തുക. കുറെ പേര് നരകത്തിൽ നിന്നും നിത്യനാശത്തിൽ നിന്നും ഇങ്ങനെ ഒരു stop it, brothers and sisters. We are the missus of Jesus Christ. Church is the wife of Jesus. Church is New Jerusalem. ഇന്ന് സഭ കുറച്ചുപേരെ രക്ഷിച്ച് കുറച്ചുപേരെ, അത് മനസ്സിലാകുന്നുണ്ടോ? ഈ ബോധ്യം ചർച്ചിന് വേണം. കൊറോണ വന്ന് പാസ്റ്റർ ചാവുന്നു, മുസ്ലിം ചാവുന്നു, രക്ഷിക്കപ്പെട്ടവൻ ചാവുന്നു, രക്ഷിക്കപ്പെടാത്തവൻ ചാവുന്നു, പള്ളിയിൽ അച്ഛൻ ചാവുന്നു, പാസ്റ്റർ ഭാര്യ ചാവുന്നു, പാസ്റ്ററുടെ മക്കൾ ചാവുന്നു. എന്താ? ദൈവത്തിന് തന്റെ ജനത്തെ വിടുവിക്കാൻ അറിയത്തില്ല. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ നിഴലിന്റെ കീഴിലൊക്കെ അല്ലേ? എന്താ കൊറോണ വന്നപ്പോ എല്ലാത്തിനെയും പിടിച്ച് വിഴുങ്ങി. ദൈവം നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ അവന്റെ പ്രിയപുത്രന്മാരാണെന്ന് പറഞ്ഞ പ്രിയപുത്രന്മാരെ കൊറോണ വിഴുങ്ങിയില്ലേ? എന്താ നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത്? നമുക്ക് ലോകത്തിന് എന്ത് മറുപടി കൊടുക്കാൻ പറ്റും? നമ്മൾ ദൈവത്തിന്റെ സ്പെഷ്യൽ ജനമായിട്ടും എന്താ നമ്മുടെ ഇടയിൽ നിന്ന് പ്രമുഖന്മാരെയല്ലേ കൊണ്ടുപോകുന്നത്? മറുപടി എന്താ കൊടുക്കാനുള്ളത്? ഒറ്റ മറുപടിയേ ഉള്ളൂ. ദൈവത്തിന് ഇന്ന് ആർക്കും പ്രാധാന്യമില്ല. എല്ലാവരും ദൈവത്തിന് തുല്യരാ. ഇത് മനസ്സിലാക്കണം. സഹിക്കത്തില്ല. ദൈവത്തിന് ഇന്ന് ആരുടെ മേലും പ്രീതി പ്രത്യേകില്ല. ദൈവം തന്റെ മകനെ നൽകി ലോകത്തെ സ്നേഹിച്ചു. ദാറ്റ്സ് ഓൾ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവത്തിന്റെ കൃപ ഉദിച്ചു. അപ്പൊ പിന്നെ നമ്മുടെ പറ്റിയ പുത്രത്വം പ്രാപിച്ചവരും പുത്രത്വത്തെ അറിയാത്തവരും ഇങ്ങനെ രണ്ട് വിഭാഗമേ ഉള്ളൂ ഭൂമിയിൽ. പുത്രത്വത്തെ പ്രാപിച്ച നമ്മൾ പോലും പുത്രത്വത്തിലാണോ ജീവിക്കുന്നത്? നമ്മൾ OP ടിക്കറ്റ് എടുത്തോണ്ട് നിൽക്കല്ലേ? നമ്മൾ പോയി ഡോക്ടറെ കാണാൻ നിൽക്കുക. നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോവുക. നമ്മൾ ഓക്സിജൻ കിട്ടാൻ വേണ്ടി സിലിണ്ടറിന്റെ കീഴിൽ ഇരിക്കുക. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, എന്ത് വീണ്ടെടുക്കപ്പെട്ട കൂട്ടത്തിന് എന്താ? സംഹാരകൻ നിന്നെ തൊടത്തില്ല, കുഞ്ഞാടിന്റെ രക്തമുണ്ടോ, മരണം നിന്നെ തൊടത്തില്ല എന്ന് പറഞ്ഞവന്റെ വീട്ടിനകത്ത് മരണം വന്ന് കയറിയില്ലേ? ഇതിനൊക്കെ മറുപടി കൊടുക്കും. ഒന്നുകിൽ നമ്മുടെ തിയോളജി മാറ്റുക, അല്ലെങ്കിൽ ജീവിച്ച് കാണിക്കേ, തെളിയിക്ക് ലോകത്തിന് മുമ്പിൽ പോയി. കൊറോണ ഭയമില്ലാത്തവര് ഇവിടുത്തെ ശുശ്രൂഷകന്മാരും ക്രിസ്ത്യാനികളും പുറത്തിറങ്ങുക, പോയി സാമൂഹ്യ പ്രവർത്തനം ചെയ്യേ. എന്നിട്ട് ഗവൺമെന്റിനോട് പറ, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങളെ കൊറോണ തൊടത്തില്ല, യേശുവിന്റെ രക്തത്തിൽ ഞങ്ങൾ കവർ ചെയ്യപ്പെട്ടവരാണ്, പുനരുത്ഥാനത്തിന്റെ ശക്തി ഞങ്ങളുടെ അകത്തുണ്ട് എന്നൊക്കെ നിങ്ങൾ പള്ളിക്കാത്തിരുന്നതിൽ വീം വളർത്തത്തില്ലേ? പുറത്തിറങ്ങി പോയി പറ. ഗവൺമെന്റിന് ഒത്തിരി ആളുകൾ ആവശ്യമുണ്ട്. പറ്റുന്നില്ലെങ്കിൽ സഭ റീതിങ്ക് ചെയ്യണം. ഇതിനകത്തിരുന്ന് നമ്മൾ ഓരോ കാര്യം പറയുകയല്ല, ചർച്ച് റീതിങ്ക് ചെയ്യണം. നമ്മൾ ആരാണെന്ന ബോധ്യത്തിലേക്ക് വരണം. I'll continue this subject. നമുക്ക് നാളെ നമ്മുടെ ഈവനിങ് നമുക്ക് പോകാം. എന്താ ചർച്ച ചെയ്തത്? ഞാനിത് വെറുതെ പറയല്ല. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ചിന്തകൾ ഞാൻ കൈമാറുന്നു എന്നേ ഉള്ളൂ. ഞാൻ ഈ പറയുന്നതെല്ലാം അൾട്ടിമേറ്റ് അങ്ങേയറ്റത്തെ സത്യമാണെന്നോ അതിനപ്പുറത്തൊന്നും പറയാനില്ലെന്നൊന്നുമല്ല. അറിയാവുന്ന സത്യങ്ങൾ പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സഹോദരങ്ങളെ. AD 70 വരെ നമ്മുടെ ബൈബിൾ സ്ക്രിപ്ചേഴ്സ് മൊത്തം വായിച്ചു നോക്ക്. അവിടെ വരെ സഭ ചലിക്കുമ്പോൾ സഭ ക്രിസ്തുവിന് വേണ്ടി തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുന്ന മണവാട്ടിയ സഭയെങ്കിൽ AD 70 പട്ടണം ചൂടുമ്പോൾ സഭയുടെ വിവാഹം നടക്കുന്നു, വേളി നടക്കുക. അതുപോലെ സഭ പുത്തനെറുശലേമാണ്. പ്രപഞ്ചത്തെ, ലോകത്തെ തന്റെ മഹത്വം കൊണ്ട് നിറയ്ക്കാൻ ബന്ധങ്ങൾ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാവുന്ന ആ വലിയ ബന്ധത്തിലേക്ക് ജനതയെ ഓടി മാടി വിളിക്കുന്ന, അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, വാതിൽ അടച്ചിട്ട് പൂട്ടി ഇരിക്കുന്ന ഒന്നല്ല പ്രിയപ്പെട്ടവരെ സഭ. ഇന്ന് സഭയ്ക്ക് പൂട്ടുന്ന വാതിലില്ല. ഇന്ന് സഭയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ആ വാതിലിന്റെ പുറത്ത് നായ്ക്കളുണ്ട്, ക്ഷുദ്രക്കാരുണ്ട്, ബിംബാരാധികളുണ്ട്, ദൈവത്തിന് ഇഷ്ടമില്ലാത്തവരുണ്ട്, പാപത്തിൽ കിടക്കുന്നവരുണ്ട്. പക്ഷെ അവരെയും തള്ളിക്കളയുന്നില്ല. അവരുടെ മുമ്പിൽ പ്രതീക്ഷയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. പുത്തനെറുശലേം. Hallelujah. So just move on. ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും. Let us function as the true church. യഥാർത്ഥ സഭയായി മുന്നേറാൻ സർവശക്തിയുള്ള ദൈവം അവസരം തരട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ സഹായിച്ചാൽ നാളത്തെ ഈവനിങ്ങിൽ നമുക്ക് നമ്മുടെ 2ാം സെഷനിൽ കാണാം. അതുവരെ കൃപ നിങ്ങളെ പരിപാലിക്കട്ടെ. ആമേൻ.